ഓൺ. ഓക്കെ, ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ ചർച്ച ഒരു XML, ഓക്കെ, എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. അപ്പോ ഒരു ഇയർ 1996-7 ടൈം ലൈനിലാണ് XML ബിഗാൻ ടു മേക്ക് എന്താ പറയാ ഇറ്റ്സ് ഇമ്പാക്ട്. ഓക്കെ, അപ്പോ ആ സമയത്ത് ജാവാസ്ക്രിപ്റ്റ് ഒക്കെ വന്നിട്ടുള്ളൂ. ഇപ്പൊ ജേസൺ ഫോർമാറ്റ് ഡഗ്ലസ് ക്രോക്ക്ഫോർഡ് അത് ഇൻവെന്റ് ചെയ്തിട്ടില്ല. അപ്പോ XML വാസ് സപ്പോസ് ടു ബി എവറിത്തിങ്. ഓക്കെ, ഡോക്യുമെന്റ്, കോൺഫിഗറേഷൻ, ഇന്റർ പ്രോഗ്രാം കമ്മ്യൂണിക്കേഷൻ, എന്ത് കാര്യത്തിനും XML ഉപയോഗിക്കുക എന്നുള്ളൊരു ഇതിലാണ് വന്നത്. അതിന്റെ ഇനിഷ്യൽ യുഫേറിയ കെട്ടടങ്ങിയതിന് ശേഷം XML സ്കീമ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് വന്നു കഴിഞ്ഞപ്പോൾ XML RPC ആൾക്കാർ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ XML RPCയുടെ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് സോപ്പ് വന്നത്. അങ്ങനെ ഒരു കോൺഫിഗറേഷൻ ഒരു ബൈ 2005 XML ആൻഡ് ഇറ്റ്സ് അസോസിയേറ്റഡ് ടെക്നോളജി വാസ് സോ യുബിക്വിറ്റസ് ദാറ്റ് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ XML അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള രീതിയിലായിരുന്നു ഇത് ചെയ്യുന്നത്. പിന്നെയാണ് ജേസൺ പതുക്കെ കടന്നു വരുന്നത്. പ്രോഗ്രാം ടു പ്രോഗ്രാം കമ്മ്യൂണിക്കേഷനിൽ ജേസൺ ഇമ്പാക്ട് ഉണ്ടാക്കി. ഇന്നത്തെ മോഡേൺ ഡെവലപ്പേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ XML അത് പഴഞ്ഞ ടെക്നോളജി, ആരെങ്കിലും ഉപയോഗിക്കാറുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അത് ഇതിനെക്കുറിച്ച് ഇപ്പൊ ഞാൻ ഇത്ര ആമുഖം ഇടുന്നതുണ്ടോ എന്നാൽ ഈ സെഷൻ എന്തുകൊണ്ടാണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. അതായത് ഞാൻ ഒരാളോട് ചോദിക്കുകയാണ്, ഓക്കെ, റെസ്റ്റ് ഫ്രണ്ട് എൻഡ് ആണോ ബാക്ക് എൻഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാള് ബാക്ക് എൻഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾ വെബ് അപ്ലിക്കേഷൻസ് ചെയ്തിട്ടുള്ളൂ. റെസ്റ്റ് ഫ്രണ്ട് എൻഡ് ആണെന്ന് പറയുകയാണെങ്കിൽ അയാൾ ഇതിന്. അതേമാതിരി തന്നെ ഈ ജേസൺ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ എങ്കിൽ അയാൾ ബിസിനസ് ടു ബിസിനസ്സോ അല്ലെങ്കിൽ മിലിറ്ററൈസ്ഡ് സോണിലോടുന്ന ആപ്ലിക്കേഷൻസിലൊന്നും അധികം വർക്ക് ചെയ്യാൻ ചാൻസ് ഇല്ല. ഞാൻ പല സ്ഥലത്ത് രണ്ട് XML ഡോക്യുമെന്റ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് പകരം ഈ രണ്ട് വെണ്ടേഴ്സിനായിരുന്നു ഈ സിസ്റ്റം ഉണ്ടായിരുന്നത്. അപ്പോൾ XML കാര്യത്തെ മറ്റേ എന്താ പറയുക ഈ റെസ്റ്റ് API അല്ല, അതായത് HTTP എൻഡ് പോയിന്റിലോട്ട് അറ്റാച്ച് ചെയ്തൊക്കെ വിടുന്നത് വരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ people think that okay, if there is JSON there is no need for XML. Might be for most applications, but still XML എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ between 2000 and 2011 10, okay, until REST and JSON became or തീർത്തും പറയാൻ പറ്റില്ല. റെസ്റ്റിൽ നമുക്ക് വേണമെങ്കിൽ XML കാര്യങ്ങൾ നമുക്ക് വിടാം, നമുക്ക് JSON വിടാം. അപ്പോൾ ഈ സീരിയലൈസേഷൻ ഫോർമാറ്റ് ആയിട്ട് മാത്രമാണ്. ഇപ്പൊ റെസ്റ്റിന്റെ കേസിന് നമുക്ക് വേണമെങ്കിൽ XML നമുക്ക് വിടാം. ഇപ്പൊ JAX RS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ XML എന്ന് വേണം. അതായത് JSON വാസ് ഗിവൺ ആസ് എൻ ഓപ്ഷൻ. ഓക്കെ, ആൻഡ് ദെൻ സിൻസ് JSON അത്ര വെർബോസ് അല്ലാത്തതുകൊണ്ട് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരാൾ XML ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അയാൾ എന്റർപ്രൈസ് ആപ്ലിക്കേഷൻസിൽ വർക്ക് ചെയ്തിട്ടുള്ള അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ പറയാ, അൺഫോർച്ചുനേറ്റ്ലി മോസ്റ്റ് ഈ വർക്കൊക്കെ ഔട്ട്സോഴ്സ് ചെയ്ത് വരുന്നത് വെബ് അപ്ലിക്കേഷൻ ലെവലിലാണ്. അപ്പോൾ പീപ്പിൾ റൈറ്റ് എ വെബ് അപ്ലിക്കേഷൻ ആൻഡ് ദെൻ ദേ സേ ദാറ്റ് ഓക്കെ ദേ ആർ വർക്കിംഗ് വിത്ത് എന്റർപ്രൈസസ്. അപ്പോൾ unless you are working in client premises or you are part of some kind of a consulting team, നിങ്ങൾക്ക് എന്റർപ്രൈസ് ആപ്സിൽ അധികം ആക്സസ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഈ 2025 ഷുഡ് യു കെയർ അബൌട്ട് XML എന്നുള്ളതാണ് ഈ നോക്കുന്നത്. അപ്പൊ XML എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് നമ്മൾ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അത് പറയണേക്കാൾ മുമ്പ് നമ്മൾ SGML സ്റ്റാൻഡേർഡ് ജനറലൈസ്ഡ് മാർക്കപ്പ് ലാംഗ്വേജ് എന്താന്ന് പറയണം. അതൊരു IBM ഒരു പ്രൊപ്രൈറ്ററി ഡോക്യുമെന്റേഷൻ ഫോർമാറ്റ് ആയിരുന്നു. അപ്പോൾ ഈ എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ ഒരു 1995 ബുക്ക് SGML സൊല്യൂഷൻസ് എന്നൊരു ബുക്ക് വന്നത്. അപ്പൊ അതിൽ DTD എന്ന് പറയും. അങ്ങനെയാണ് ഇങ്ങനെ ഒരു സാധനം. ഒന്ന് XML പിക്ചറിലില്ല. അപ്പൊ ഒരു ബുക്ക് കിട്ടിയപ്പോൾ വാങ്ങിയത്. അപ്പൊ SGML ലൈറ്റ് വെയിറ്റ് വെർഷനാണ് XML എന്ന് പറയുന്നത്. SGML ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വേർഡ് ഡോക്യുമെന്റ്, XLS, അങ്ങനത്തെ SVG ആ ടൈപ്പ് ഡോക്യുമെന്റ്സ് ഒക്കെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു അല്ലെങ്കിൽ ഒരു എന്താ പറയുക ബൈനറി ഫോർമാറ്റിന് പകരം ഡോക്യുമെന്റ്സ് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഫോർമാറ്റ് ആയിട്ടാണ് SGML വന്നത്.
ഈ HTML ഡോക്യുമെന്റ് ഒരു ഗുണം ഉണ്ടായിരുന്നു. അത് വെൽ ഫോംഡ് ആൻഡ് വാലിഡ് ആയാലേ ഒരു പ്രോപ്പർ HTML ഡോക്യുമെന്റ് ആവുള്ളൂ. ജെയിംസ് ക്ലാർക്കാന്ന് തോന്നും XML ഡിഫൈൻ ചെയ്യാൻ കാരണം. പുള്ളി അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇയാളൊരു എക്സ്പാറ്റ് എന്നൊരു പാഴ്സറൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ C++ എന്നൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പൊ ടൈനി XML അങ്ങനെ കുറെ ലൈറ്റ് വെയിറ്റ് XML പാഴ്സേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ എക്സ്പാറ്റ് ആയിരുന്ന കാലങ്ങളോളം സാക്സ് API സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ XML HTML ഒരു മാർക്കപ്പ് ബേസ്ഡ് ഫോർമാറ്റ് മാത്രമായിരുന്നില്ല, അതിനൊരു ഡോക്യുമെന്റ് ടൈപ്പ് DTD ഡോക്യുമെന്റ് ടൈപ്പ് ഡെഫിനേഷൻ ആയിരുന്നു. അപ്പോൾ ആ HTML പാഴ്സർ DTDയും എടുത്തിട്ട് ഈ അതിലത്തെ റൂൾസ് XML HTML അപ്ലൈ ചെയ്തിട്ട് അത് വെൽ ഫോംഡ് ആയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എലമെന്റ് തുടങ്ങുകയാണെങ്കിൽ അതിനെ ക്ലോസ് ചെയ്യുന്ന എലമെന്റ് മസ്റ്റ് ആയിട്ടും വേണം. ഇത് ബ്രാക്കറ്റഡ് ആയിരിക്കണം, അത് സ്ട്രക്ചറലി സൗണ്ട് ആയിരിക്കണം. പിന്നെ വാലിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡോക്യുമെന്റ് ടൈപ്പ് ഡെഫിനേഷനിലെ ആ കാര്യം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണം. അപ്പൊ അതിൽ കുറെ റൂൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ HTML ഡോക്യുമെന്റിന്റെ അത്രയും, അതായത് ഇന്റർനെറ്റ് വേൾഡില് ഈ രണ്ട് പ്രോഗ്രാംസ് തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു ഡോക്യുമെന്റിന്റെ സീരിയലൈസേഷൻ ഫോർമാറ്റിന്റെ അത്രയും തറോനെസ് വേണ്ട ആവശ്യമില്ലാണ്ട് വന്നപ്പോഴാണ് XML എന്നുള്ളൊരു ടെക്നോളജി എമർജ് ചെയ്യുന്നത്. XML ഡോക്യുമെന്റ് ഉണ്ടാക്കാന്ന് മാത്രമല്ല, XMLന്റെ ഡോക്യുമെന്റിനെ നിങ്ങൾക്ക് DTD വെച്ച് വാലിഡേറ്റ് ചെയ്യാനും പറ്റുമായിരുന്നു. അപ്പോ എന്താ പറയാ, അങ്ങനെയാണ് XML ടെക്നോളജി പോപ്പുലർ ആവുന്നത്. ഓക്കെ, അപ്പോൾ XML ടെക്നോളജി വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് മൈക്രോസോഫ്റ്റ് ഒരു XML പാഴ്സർ എഴുതി. എക്സ്പാറ്റ് അവൈലബിൾ ആയിരുന്നു. ജാവ APIയുടെ കേസിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബിൽഡ് ഇൻ സപ്പോർട്ട് ഫോർ ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ ഓർ XML ഉണ്ട്. പിന്നെ ഈ സാക്സ് API വന്നു, പിന്നെ ഒരു സ്റ്റാക്സ് API വന്നു. പിന്നെ ഇത് രണ്ടും കൂടി ചേർന്നിട്ട് മറ്റേ എന്താ പറയാ, ജാവ API ഫോർ XML പ്രോസസ്സിംഗ് JAXP എന്ന് പറഞ്ഞൊരു ടെക്നോളജി വന്നു. പിന്നെ ജാവ വേൾഡില് ഈ ജാവ API ഫോർ XML ബൈൻഡിങ് വന്നു. അതായത് XML ഡോക്യുമെന്റും ജാവ മറ്റേ ഒബ്ജക്ട്സും തമ്മിൽ മാപ്പ് ചെയ്യാനുള്ള, ഇപ്പൊ യു നെയിം ഇറ്റ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വന്നിരുന്നത്. അപ്പോൾ XML ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ, ഇഫ് യു ഹവ് സീൻ എൻ HTML ഡോക്യുമെന്റ്, മോഡേൺ ഡേ HTML ഡോക്യുമെന്റ് ചില സൈറ്റ്സിൽ XHTML ഡോക്യുമെന്റ് ആണ്. അതായത് XML സ്റ്റാൻഡേർഡിനെ HTML സ്റ്റാൻഡേർഡിനെ XHTML സ്റ്റാൻഡേർഡ് കംപ്ലൈന്റ് ആയിട്ടുള്ള പേജസ് എഴുതുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ വെൽ ഫോംഡ്നെസ് ആൻഡ് വാലിഡ് ആണോ എന്ന് നമുക്ക് നോക്കാൻ പറ്റും. സ്റ്റാൻഡേർഡ് DTD ഉണ്ട്, XML സ്കീമ ഡോക്യുമെന്റും ഉണ്ട്. അപ്പൊ XML സ്കീമ ഡോക്യുമെന്റ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതാണ് ഐഡിയ ഓഫ് വെൽ ഫോംഡ് ആൻഡ് വാലിഡ് ഡോക്യുമെന്റ്. വെൽ ഫോംഡ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറലി ഇപ്പൊ ഓപ്പണിംഗ് പാരന്തസിസിനും ക്ലോസിംഗ് പാരന്തസിസും വേണം. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളാണ് വെൽ ഫോംഡ്. വാലിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ DTDയിലോ അല്ലെങ്കിൽ XML സ്കീമ ഡോക്യുമെന്റിലെ റൂൾസ് അപ്ലൈ ചെയ്യും ഈ ഡോക്യുമെന്റുമ്പോൾ. അപ്പൊ അത് ബിസിനസ് ടു ബിസിനസ് സിനാറിയോയില് ഇറ്റ്സ് വെരി ഈസി. ഓക്കെ, ഇറ്റ്സ് വെരി മച്ച് മാൻഡേറ്ററി. അപ്പോൾ XML സ്കീമ ഡോക്യുമെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ DTD പ്രോസസ് ഓഫ് റൈറ്റിംഗ് DTD ഒരു കംബർസം പ്രോസസ്സാണ്. അപ്പോൾ കുറച്ചും കൂടി ഒരു പ്രോഗ്രാമിംഗ് ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയാണ് XML സ്കീമ ഡോക്യുമെന്റ്. അതായത് DTDയിലേക്കാളും റിച്ച് ഡാറ്റ ടൈപ്പ്, നമുക്ക് സ്ട്രക്ചർ, നെസ്റ്റഡ് സ്ട്രക്ചേഴ്സ് ഒക്കെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ XML സ്കീമ ഡോക്യുമെന്റ് ഉണ്ടാക്കുമ്പോൾ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഡോക്യുമെന്റ് സെൻട്രിക് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് അതിന് മുമ്പ് സോപ്പ് എന്താന്ന് പറയണം. സോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ഒബ്ജക്ട് ആക്സസ് പ്രോട്ടോകോൾ. ഓക്കെ, അതൊരു കില്ലർ ആപ്പ് ഓഫ് XML ആയി ഉണ്ടായിരുന്നത്. അതായത് XML പ്ലസ് DTDക്ക് സോപ്പ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു എന്നുള്ളൊരു ഡൗട്ടായിരുന്നു. പക്ഷേ XML സ്കീമ ഡോക്യുമെന്റ്, ഓക്കെ, അത് സോപ്പിന് വഴി തെളിയിച്ചു. നമുക്ക് വേണമെങ്കിൽ XML സ്കീമ ഡോക്യുമെന്റ് XML ഡോക്യുമെന്റിൽ തന്നെ എംബഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് വേറെ ഡോക്യുമെന്റ് ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാം. അപ്പൊ സോപ്പാണ് കില്ലർ ആപ്പ് ഫോർ ആപ്ലിക്കേഷൻ. അപ്പൊ ഈ സോപ്പ് എന്താന്ന് പറയുമ്പോൾ, ഇപ്പൊ ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട്സ് ഡിഫറൻസ് ബിറ്റ്വീൻ സോപ്പ് ആൻഡ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ, സോപ്പ് യൂസസ് XML ആൻഡ് റെസ്റ്റ് യൂസസ് JSON, ഇതാ പറയുന്നത്. പിന്നെ
സോപ്പ് ഡോക്യുമെന്റിനെയാണ് ആക്സസ് ചെയ്യണത്. ഇപ്പോൾ URI മാസ്കിംഗ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അത് തെറ്റാണ്. കാരണം ജാവയില് ഇയേഴ്സ് അഗോ URI മാപ്പിംഗ് ഉണ്ട്. ഓക്കെ, അതായത് ഈവൻ ബിഫോർ റെസ്റ്റ്. ഓക്കെ, അപ്പൊ റെസ്റ്റ്ഫുൾ URL ടൈപ്പ് പക്ഷേ അറ്റ്ലീസ്റ്റ് അണ്ടർലൈൻ ടെക്നോളജി മാസ്ക് ചെയ്ത് വെക്കാവുന്ന, അല്ലെങ്കിൽ ഏത് സെർവറിലാണ് സെർവ് ചെയ്യണമെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ലായിരുന്നു. അത് സെർവറിലാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഡോക്യുമെന്റ് സെൻട്രിക് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ വെൻ യു മേക്ക് എ കോൾ യു സെൻഡ് എ ഡോക്യുമെന്റ് ആൻഡ് ഇവൺ ഇഫ് ദർ ഇസ് എറർ ഫോൾട്ട് പോലും ഡോക്യുമെന്റ് ആയിട്ട് തന്നെ. പിന്നെ ഇവിടുത്തെ ക്ലയന്റ് സൈഡിൽ അത് ജാക്സ് ബി വെച്ചിട്ട് ഒരു ജാവ എക്സെപ്ഷൻ ആക്കിയിട്ട് ത്രോ ചെയ്യാണ്. ഇപ്പൊ ജാവയിൽ ചെയ്തവർക്ക് അറിയാം, C# സിമിലർ ഫെസിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ സോപ്പിന്റെ ഒരു ഗുണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ഒബ്ജക്ട്സ് തുടങ്ങുന്നത് 1990 ലേറ്റ് 90s അല്ലെങ്കിൽ ലേറ്റ് 80s OSF-DC RPC എന്ന് പറയും, ഓപ്പൺ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിംഗ് എൻവയോൺമെന്റ്, RPC. പിന്നെ മൈക്രോസോഫ്റ്റിന് ആസ് യൂഷ്വൽ അവരുടേതായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, അതിനെ MSRPC എന്ന് വിളിക്കുന്നത്. അപ്പോൾ NDR എന്നുള്ളൊരു സീരിയലൈസേഷൻ ഫോർമാറ്റാണ് OSF-DC ഉപയോഗിച്ചിരുന്നത്. XDR ആണ്, എക്സ്റ്റെൻസിബിൾ ഡാറ്റ റെപ്രസെന്റേഷൻ ആണ് മൈക്രോസോഫ്റ്റ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ഗൂഗിൾ പ്രോട്ടോകോൾ ബഫർ എന്ന് പറഞ്ഞ മാതിരി ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് കണ്ടാൽ മതി. അതായത് ഇപ്പോൾ ഈ നമ്മുടെ എന്താ പറയാ GRPC, ഓക്കെ, GRPCയുടെ അണ്ടർലൈൻ സീരിയലൈസേഷൻ ഫോർമാറ്റ് ആണ് ഗൂഗിൾ പ്രോട്ടോകോൾ ബഫർ. OSF-DC RPCയുടെ അണ്ടർലൈൻ എന്താ പറയാ ഈ വയർ ലെവൽ പ്രോട്ടോകോൾ ആണ് നമ്മുടെ NDR, നെറ്റ്വർക്ക് ഡാറ്റ റെപ്രസെന്റേഷൻ. മൈക്രോസോഫ്റ്റ് ഇതിന്റെ XDR ആണ്. അപ്പോ ഇതിന്റെ കുഴപ്പം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഈ RPC MSRPC ആയാലും മറ്റേതാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടിരുന്നത് വയർ ലെവൽ പ്രോട്ടോകോളിൽ ബൈനറി കണ്ടന്റ്. അപ്പൊ അത് ഒരു പ്രോബ്ലമാറ്റിക് ആയിരുന്നു. പിന്നെയാണ് എന്താ പറയാ ഒബ്ജക്റ്റ് ഓറിയന്റഡ് RPC വന്നു. ORPC എന്നാണ് മൈക്രോസോഫ്റ്റ് പേരിട്ട്. ഈ DCOM 1 എങ്ങാണ്ട് ORPC 0.9 എങ്ങാണ്ടായിരുന്നു. മൈക്രോസോഫ്റ്റ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് API ഉണ്ടാക്കുക മാത്രമല്ല, അവരൊരു കോമ്പണന്റ് ട്രാൻസാക്ഷൻ മോണിറ്റർ, മൈക്രോസോഫ്റ്റ് ട്രാൻസാക്ഷൻ സെർവർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കി. അപ്പോൾ ദാറ്റ് വാസ് ആക്ച്വലി സച്ച് എ റെവല്യൂഷൻ ദാറ്റ് ഇപ്പോൾ കോർബ സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നെങ്കിലും കോർബയിലും ഈ കോർബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് ഓറിയന്റഡ് APIക്ക് 3 സ്റ്റാൻഡേർഡ് ഉണ്ട്. കോർബ, IBMന്റെ സിസ്റ്റം ഒബ്ജക്ട് മോഡൽ സോം, അതിപ്പോ കാണാനില്ല. പിന്നെ ഉള്ളത് മറ്റേ ഇതാണ് നമ്മുടെ കോർബയാണ്. അപ്പൊ കോർബ ആയിട്ടൊക്കെ വരുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് എന്താ പറയുക, മൈക്രോസോഫ്റ്റ് ജാവ ടെക്നോളജി വരികയും ജാവ RMI എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കി. എന്നിട്ട് അതിന്റെ സീരിയലൈസേഷൻ ഫോർമാറ്റ് JRNP. അപ്പൊ നമ്മളിപ്പോ 4 സീരിയലൈസേഷൻ ഫോർമാറ്റ്സ് പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് മറ്റേ NDR, നെറ്റ്വർക്ക് ഡാറ്റ റെപ്രസെന്റേഷൻ, അത് പിന്നെ XDR, എക്സ്റ്റെൻസിബിൾ ഡാറ്റ റെപ്രസെന്റേഷൻ. അപ്പൊ അത് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നെറ്റ്വർക്ക് ഡാറ്റ റെപ്രസെന്റേഷൻ എപ്പോഴും ബിഗ് ഇന്ത്യൻ ആയിരിക്കും. മൈക്രോസോഫ്റ്റ് ഈവൻ ദോ അത് ഇന്റലിന്റെ മുകളിൽ ഓടിയിരുന്നെങ്കിലും അവരും XDRൽ ബിഗ് ഇന്ത്യൻ തന്നെ ഉപയോഗിച്ചിരുന്നത്, സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി നോർമലൈസ്ഡ്. ഓക്കെ, പിന്നെ നമ്മൾ ഗൂഗിൾ പ്രോട്ടോകോൾ ബഫറിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ നമ്മൾ മറ്റേ ഇവരുടെ ഈ ഇതൊക്കെയാണ് സീരിയലൈസേഷൻ. NDR, XDR, ഗൂഗിൾ പ്രോട്ടോകോൾ ബഫർ, JRMP, ജാവ റിമോട്ട് മെത്തേഡ് പ്രോട്ടോകോൾ എന്നായിരുന്നു അതിനെ വിളിച്ചിരുന്നത്. മൈക്രോസോഫ്റ്റിനുണ്ടായിരുന്നത് .NET റിമോട്ടിംഗ് എന്ന് പറഞ്ഞൊരു ടെക്നോളജി. പക്ഷേ 2001 അത് ചെയ്തത്. അപ്പൊ എല്ലാവരും ബൈനറി കണ്ടന്റ് ആണ് വിട്ടിരുന്നത്. ഇനിയിപ്പോ അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, XML-ഉം XSD-യും വന്നു കഴിഞ്ഞപ്പോ, XML ഉള്ളപ്പോൾ തന്നെ വിത്ത് DTD ആൾക്കാർ XML RPC, അതായത് റാദർ ദാൻ യൂസിങ് ബൈനറി ലെവൽ എൻകോഡിങ് ഓഫ് ദി വയർ ലെവൽ ഫോർമാറ്റ്, അവർ XML ഡോക്യുമെന്റ് ആയിട്ട് സീരിയലൈസ് ചെയ്തിട്ട് ഡോക്യുമെന്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് അവർ കണ്ടുപിടിച്ചു. അപ്പൊ അങ്ങനെയാണ് സോപ്പ് എമർജ് ചെയ്തത്. അപ്പോൾ അപ്പൊ അതുകൊണ്ട് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ സോപ്പ് ടു EJB ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ JRMP-യുടെ മുകളിലാണ് മറ്റേ RMI or RMI JRMP-യുടെ മുകളിൽ വരുന്നത്. പിൽക്കാലത്ത് അത് RMI or IIOP ആക്കി കഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കലി എവരി കോർബ
ജാവ EJB ഒബ്ജക്റ്റ് കോർബ ഒബ്ജക്റ്റ് ആയി മാറുകയാണ്. അങ്ങനെ ഈ കോർബയെ ശരിക്കും പറഞ്ഞാൽ പ്രാക്ടിക്കലി കൊന്നു. അപ്പൊ അത് കോമിനെയും ഭയങ്കരമായിട്ട് ഇത് അഫക്ട് ചെയ്തു. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ മൈക്രോസോഫ്റ്റ് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് RPC, പല ആൾക്കാരും XML RPC ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ അവരത് സ്റ്റാൻഡർഡൈസ് ചെയ്തു. അതിന്റെ പേരാണ് സോപ്പ്. മൈക്രോസോഫ്റ്റ് ഇനിഷ്യേറ്റീവ് എടുത്തത് തന്നെയാണ്. സോപ്പ് കിൽഡ് EJB ആസ് വെൽ. പിന്നെ ജാവ ടെക്നോളജി ആൾക്കാർ ജാക്സ് WS ഉണ്ടാക്കി. മൈക്രോസോഫ്റ്റുകാർ ആദ്യം ASMX സർവീസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കി. സോപ്പിന്റെ അവരുടെ ഇംപ്ലിമെന്റേഷൻ അതായിരുന്നു. അവർ കുറെ WSC വെബ് സർവീസ് എൻഹാൻസ്മെന്റ് എന്നൊക്കെ പറഞ്ഞ സോപ്പ് ടെക്നോളജിയിൽ കുറെ വർക്ക് ചെയ്യും. പിന്നെ എന്താ പറയാ, ഈ ഇങ്ങനെയാണ് സോപ്പ് വന്നത്. ഓക്കെ, അപ്പൊ ഡോക്യുമെന്റ് സെൻട്രിക് കമ്പ്യൂട്ടിംഗ് ആണ് സോപ്പിൻ്റെത്. മറ്റേത് ഈ റെസ്റ്റിന്റെ കേസിൽ റിസോഴ്സ് സെൻട്രിക് കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ റിസോഴ്സ് ഓറിയന്റഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയും. അപ്പോൾ റെസ്റ്റിന്റെ കേസിൽ നമ്മളൊരു URI ഉണ്ട്. ആ URIക്ക് ഒരു സ്പെസിഫിക് പാറ്റേൺ ഉണ്ട്. അത് വെച്ചിട്ടാണ് അത് വർക്ക് ചെയ്യേണ്ടത്. അപ്പൊ റെസ്റ്റിന് ഒരു വർക്ക് ഫ്ലോ ഉണ്ട്. അതായത് 404 വരാൻ പാടില്ല. അതിന് കുറെ റൂൾസ് ഒക്കെ ഉണ്ട്. അപ്പൊ പീപ്പിൾ ആൻഡ് റെസ്റ്റ് എക്സ്പെക്ട്സ് എ റിസോഴ്സ് മാനേജർ ബിഹൈൻഡ് ഇറ്റ്. പക്ഷെ മിക്ക ആൾക്കാരും അങ്ങനെയൊന്നുമല്ല ചെയ്യുന്നത്. അവർ ജസ്റ്റ് ഡാറ്റാബേസിലോട്ട് റിസോഴ്സ് ആയിട്ടൊന്നുമല്ല ഡാറ്റ റിലേഷണൽ സ്കീമിലേക്ക് സ്കാറ്റർ ചെയ്തിട്ട് അവിടെ നിന്ന് എടുക്കുകയാണ്. പക്ഷെ അപ്പൊ അങ്ങനെ ഒരു ഇത് വരുമ്പോൾ എന്താ ചെയ്യുന്നത്, അവർ HTTP എൻ പോയിന്റ്സ് എഴുതുന്നുള്ളൂ. മൈക്രോസോഫ്റ്റ് അതുകൊണ്ടാണ് കെയർഫുള്ളി ജാക്സ് RS എന്നല്ല, അല്ലെ മൈക്രോസോഫ്റ്റ് റെസ്റ്റ് എന്നൊന്നല്ല അവർ പേരിട്ട്. അവര് ASP.NET വെബ് API എന്നുള്ളതാണ്. ദേ ന്യൂ ദാറ്റ്. ഓക്കെ, ഈ റിസോഴ്സ് ഓറിയന്റഡ് കമ്പ്യൂട്ടിംഗ് സപ്പോർട്ട് എല്ലാവരും ചെയ്യണമെന്നില്ല. അപ്പോൾ അത് തന്നെ റെസ്റ്റ്ഫുൾ URL, റെസ്റ്റ്ഫുൾ ഫോംസ്, പിന്നെ ട്രൂ റെസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയേണ്ടി വരും. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ആക്ച്വലി എ ബിഗ് തിങ്. അപ്പൊ ഡോക്യുമെന്റ് സെൻട്രിക് കമ്പ്യൂട്ടിംഗ് ആണ് XML. അല്ലാണ്ട് മറ്റേ സോപ്പും ഇതിനെ രണ്ടായിട്ടാണ് കാണേണ്ടത്. ഓക്കെ, അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ, പക്ഷെ അങ്ങനെ ഇരിക്കുകയാണ് 2010 ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ മൊബൈൽ ഡിവൈസസ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ റിമോട്ട് കമ്മ്യൂണിക്കേഷൻ കൂടി, ഡാറ്റ സിങ്ക്രണൈസേഷൻ, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ വന്നു. അപ്പൊ പ്രോഗ്രാമർ ഫ്രണ്ട്ലി ഒരു ഫോർമാറ്റ് അന്വേഷിച്ച് നടന്നപ്പോഴാണ് ജേസൺ വാസ് ആൾറെഡി ഇത്. അപ്പൊ ജേസന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഡഗ്ലസ് ക്രോക്ക്ഫോർഡ് എന്ന് പറഞ്ഞ പുള്ളി ഒരു ബുക്കൊക്കെ എഴുതിയിട്ടുണ്ട്. പുള്ളിയാണ് ജേസൺ ടെക്നോളജി പയനിയർ ചെയ്തത്. അത് റെസ്റ്റിന് പേലോഡായിട്ട് ഉപയോഗിക്കാന്ന് പറയും. ഇപ്പൊ പണ്ട് സ്പ്രിങ്ങിലൊക്കെ കോഡ് ചെയ്യുമ്പോൾ നമുക്ക് പറയാം XML ആണോ നിങ്ങളുടെ കണ്ടന്റ് ഔട്ട്പുട്ട് എടുക്കേണ്ട ഒബ്ജക്റ്റീന്ന്, അതെയോ ജേസൺ ആണോ. അപ്പോൾ ജാക്സ് ബിയുടെ കൂടെ ജേസൺ API കൂടി ചേർത്തൊക്കെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ XML സോപ്പിന് XML ഒരു കോൺഫിഗറേഷൻ ഫയൽസിന്, ഡാറ്റ എക്സ്ചേഞ്ചിന്, ഇൻഫർമേഷൻ എക്സ്ചേഞ്ചിന്, റിമോട്ട് പ്രൊസീജിയർ കോളിന് എല്ലാത്തിനും ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഡൊമൈൻ സ്പെസിഫിക് ആയിട്ടുള്ള ടെക്നോളജി ഉണ്ട്. അതാണ് KML, കെമിസ്ട്രി മാർക്കപ്പ് ലാംഗ്വേജ്. ഇപ്പൊ കെമിസ്ട്രിയുടെ ഡൊമൈൻ ഇതിന് MathML, മാത്തമാറ്റിക്കൽ ടൈപ്പ് സെറ്റ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും EBXML എന്ന് പറഞ്ഞ ഒരു സ്റ്റാൻഡേർഡ് ആണ്. അപ്പൊ അതേമാതിരി XML EDI എന്നൊക്കെ പറഞ്ഞിട്ട് പല ഇതുണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ ഈ ഒരു സ്ട്രക്ചർ ഫസ്റ്റ് അപ്രോച്ച് എടുക്കുന്നു. നിങ്ങൾക്ക് XML എലമെന്റ്സ്, ആട്രിബ്യൂട്ട്സ്, നെയിം സ്പേസസ് ഒക്കെ ഉള്ളത് കൊണ്ട് ക്ലീൻ സെപ്പറേഷൻ ഉണ്ട്. മൾട്ടിപ്പിൾ ഓണ്ടോളജി എന്നൊക്കെ ഡാറ്റ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ ഹയറാർക്കിക്കൽ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു ഫോർമാറ്റ് ആണ്. അപ്പോൾ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാല്, മേ ബി ഫോർ മോസ്റ്റ് പീപ്പിൾ, unless they have written some JavaScript code, okay, at the browser level before the advent of jQuery and all, ഈ എന്റർപ്രൈസ് കമ്പ്യൂട്ടിങ്ങിലെ മിക്ക ആൾക്കാർക്കും, unless they have studied composite and visitor pattern, ഒരു ഹൈറാർക്കി പ്രോസസ്സിങ്ങിനെ കുറിച്ചുള്ള വലിയ നോളജ് ഒന്നും പൊതുവേ കാണാറില്ല. അപ്പൊ ഒരു ഹൈറാർക്കിക്കൽ XML ഡോക്യുമെന്റ് പ്രോസസ് ചെയ്യാൻ അറിഞ്ഞു കഴിഞ്ഞാൽ, XML പാഴ്സർ ഒക്കെ ഉപയോഗിക്കാൻ അറിഞ്ഞു കഴിഞ്ഞാൽ, യു വിൽ ബി ഏബിൾ ടു റിക്കർസീവ് പ്രോസസ്സിംഗ് ഓഫ് XML ഡോക്യുമെന്റ് ഒരു കോർ കോമ്പറ്റൻസ് ആയിരുന്നു അറ്റ് സം പോയിന്റ് ഇൻ ടൈം. ഓക്കെ, അപ്പോ ഈ XML പാഴ്സ് ചെയ്യുക. ഓക്കെ, അപ്പൊ XML പാഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാഴ്സിങ് മോസ്റ്റ് പ്രോബബ്ലി ബോട്ടം അപ്പ് ആയിട്ട് LALR1 പാഴ്സേഴ്സ് ഉണ്ട്, ലെക്സിയാക്ക് ഒക്കെ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ LLK പാഴ്സേഴ്സ് ഉണ്ട്, ആൻഡ്ലർ, PCCTS ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ടെക്നിക്കലി പോസിബിൾ ആണ് ഒരു ആവറേജ് പ്രോഗ്രാമർക്ക് ഒരു XML പാഴ്സർ എഴുതുക എന്നുള്ളത്. പക്ഷെ XML ടെക്നോളജിയുടെ ഒരു ഗുണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു W3C സ്റ്റാൻഡേർഡ് തന്നെ ഉണ്ടായിരുന്നു, DOM എന്ന് പറയുന്നത്, ഡോക്യുമെന്റ് ഒബ്ജക്ട് മോഡൽ. അപ്പൊ ആ ഡോക്യുമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന, നിങ്ങൾക്ക് പാഴ്സ് ചെയ്തിട്ട് ഒരു ഒബ്ജക്ട് മോഡൽ അവരുണ്ടാക്കി തരും.
You don't have to build that. All you have to do is, okay, you recursively walk the DOM tree and then, okay, take corresponding action. അപ്പോൾ DOM ഒരു നാച്ചുറൽ API ആണ്. XML ഡോക്യുമെന്റിനെ പാഴ്സ് ചെയ്യുന്നു. XML ഡോക്യുമെന്റ് എന്നാണ് മൈക്രോസോഫ്റ്റിന്റെ ക്ലാസ്. ജാവയ്ക്ക് അതേമാതിരി സിമിലർ സാധനമുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എലമെന്റ് ഏതാണ്, എലമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ആട്രിബ്യൂട്ട് ലിസ്റ്റ് എടുക്കാം. ഇനി അതിനുള്ളിൽ ഇന്നർ ടെക്സ്റ്റ് ഏതാണെന്നൊക്കെ നോക്കിയിട്ട് ഇഫ് യു ഗോ ത്രൂ ഇറ്റ്, അപ്പോൾ സെയിം എലമെന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് റിക്കർസീവ് ആയിട്ട് അത് പാഴ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ DOM API ഒരു സക്സസ്ഫുൾ API ആണ്. പീപ്പിൾ ബിഗാൻ ടു യൂസ് ഇറ്റ്. അപ്പോഴാണ് അവർക്കൊരു ചെറിയൊരു പ്രോബ്ലം വന്നത്. അതായത് ഇപ്പൊ DOM APIയുടെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ് XML ഡോക്യുമെന്റ് വന്നു കഴിഞ്ഞാൽ ഹ്യൂജ്, അതായത് എ പ്രയോറി ഡോക്യുമെന്റ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മെമ്മറി ഹോഗ് ആവും. അപ്പോൾ ഈ വിഷയം ഒഴിവാക്കാൻ വേണ്ടി ഈ ഒരു ഇവന്റ് ഡ്രിവൺ API കൊണ്ടുവരാമെന്ന്, അതായത് സ്റ്റാർട്ട് എലമെന്റ്, എൻഡ് എലമെന്റ്, സ്റ്റാർട്ട് ടാഗ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഡോക്യുമെന്റ് പാഴ്സ് ചെയ്ത് തുടങ്ങുമ്പോൾ പാഴ്സർ ഇവന്റ് എമിറ്റ് ചെയ്യും. അപ്പൊ അത് നമ്മൾ ഹാൻഡിൽ ചെയ്താൽ മതി. അപ്പൊ അതിന്റെ ഒരു ലോജിക്ക് എന്തായിരുന്നു എന്ന് വെച്ചാൽ മിക്ക നോൺ ട്രിവിയൽ ആപ്ലിക്കേഷനും ഒരു ഡയറക്റ്റഡ് അസൈക്ലിക് ഗ്രാഫ് ഉണ്ട്. അപ്പൊ ഒരു ഇംപ്ലിസിറ്റ് ട്രീ ഉണ്ട്. അപ്പൊ വൈ വി ഷുഡ് ക്രിയേറ്റ് DOM ആൻഡ് ദെൻ ട്രാൻസ്ഫർ ഇറ്റ്. അപ്പൊ അതാണ് ഈ സാക്സ് ഒരു ഇവന്റ് ഡ്രിവൺ API ആണ്. പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ വൈ കാൻ വി കമ്പൈൻ ദ അഡ്വാൻറ്റേജ് ഓഫ് ബോത്ത്, ഡോമും സാക്സും ചേർത്തിട്ട് നമുക്ക് എന്തുകൊണ്ട് ഒരു സ്റ്റാക്സ് API ഉണ്ടാക്കിക്കൂടാ എന്നുള്ളൊരു ഇത് വന്നു. അപ്പൊ ഇറ്റ് ലോഡ്സ് ലൈക്ക് DOM ബട്ട് യു ക്യാൻ പുൾ മോഡൽ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഏറ്റവും വലിയ തമാശ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആൻഡ്ലർ എന്നുള്ള ടൂൾ ഉണ്ട്, അനദർ ടൂൾ ഫോർ ലാംഗ്വേജ് റെക്കഗ്നിഷൻ. നിങ്ങൾ ഒരു ANDLR.g ഫയലില് നിങ്ങൾ ഗ്രാമർ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി പ്രോസസ് ചെയ്തിട്ട് പുള്ളി വേണമെങ്കിൽ കോമ്പോസിറ്റും വിസിറ്റർ ഉണ്ടാക്കി, അല്ലെങ്കിൽ നമുക്ക് ട്രീ മാത്രം ഉണ്ടാക്കി തരും. വി ക്യാൻ റൈറ്റ് എ പ്രോസസർ. അപ്പോൾ DOM API ഏതാണ്ട് അതേമാതിരി തന്നെയാണ്. പിന്നെ അതിന് എന്താ പറയുക, സ്റ്റാക്സ് API സ്റ്റൈൽ ഉണ്ട്. അതായത് അത് DOM ഉണ്ടാക്കിയിട്ട് ദെൻ ഇറ്റ് വിൽ കോമ്പോസിറ്റ് വിസിറ്റർ, ഇതർ കോമ്പോസിറ്റ് നിങ്ങൾക്ക് തന്നെ പ്രോസസ് ചെയ്യാം, അല്ലെങ്കിൽ കോമ്പോസിറ്റ് വിസിറ്റർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ബേസ് വിസിറ്റർ ഉണ്ടാവും, നിങ്ങൾ സ്റ്റബ് ചെയ്താൽ മതി. പക്ഷേ അവരൊരു സ്റ്റാക്സ് ടൈപ്പ് ഒരു സിമ്പിൾ ഇവന്റ് ലിസണർ API കൊണ്ടുവരാത്. അപ്പോൾ ഇഫ് യു ടേക്ക് എ ലുക്ക് അറ്റ് ഇറ്റ് ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദ ബ്യൂട്ടി ഓഫ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഈ ടെറൻസ് പറാർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാളുടെ ഒരു സ്റ്റോക്ക് ഞാൻ കാണാൻ വന്നത്, അത് വെൻ ഐ സോ ഇറ്റ് ഇൻ 2024 or 23, that was 11 years old. ഓക്കെ, പക്ഷേ when he began to explain about the ANDLR's listener API, all of a sudden I felt that okay, ഇത് ലോഡ്സ് ലൈക്ക് DOM ഇതാണല്ലോ. അപ്പോ പുള്ളി സ്റ്റാക്സിനെ കുറിച്ച് പറഞ്ഞില്ല, പുള്ളി അതിന്റെ ലിസണർ API പറഞ്ഞു. അപ്പൊ ഐ കുഡ് ആക്ച്വലി കോറിലേറ്റ് വിത്ത് സ്റ്റാക്സ് ആൻഡ് വെരി ഡസ് ദാറ്റ് മേക്ക് സെൻസ്? ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ ഒരാൾ ചോദിക്കാൻ തന്നെ ചെയ്തു. അപ്പൊ ഇറ്റ് വാസ് എ സർപ്രൈസ്. ഓക്കെ, അപ്പോ ഇപ്പൊ നമ്മള് സോഫാർ XML ടെക്നോളജി എങ്ങനെ ഒറിജിനേറ്റ് ചെയ്തു, DTDയുടെ ലിമിറ്റ് മാറ്റാൻ വേണ്ടി സ്കീമ ഡോക്യുമെന്റ് ഉണ്ടാക്കി. അപ്പോൾ XML RPCയുടെ സ്റ്റാൻഡേർഡ് ആയിട്ട് സോപ്പ് വന്നു. സോപ്പും റെസ്റ്റും തമ്മിലുള്ള സാധനങ്ങൾ ഇത് ചെയ്തു. പിന്നെ സീരിയലൈസേഷൻ, അതായത് ഇന്റർ പ്രോഗ്രാം കമ്മ്യൂണിക്കേഷന് മോസ്റ്റ് ഓഫൺ JSON കുറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റി. പിന്നെ ഡൊമൈൻ സ്പെസിഫിക് തിങ്, ഹയറാർക്കി എങ്ങനെ പ്രോസസ് ചെയ്യാം, 3 API കുറിച്ച് സംസാരിച്ചു. ഇനി നമുക്ക് വൈ മോസ്റ്റ് വർക്ക് ഫ്ലോ എൻജിൻസ് യൂസ് XML നോക്കാം. ഫോർ സം റീസൺ BPMN ആന്റണി ബെപ്പൽ, അതിന് മുമ്പത്തെ ടെക്നോളജീസും വർക്ക് ഫ്ലോ ഇതൊക്കെ XML ബേസ്ഡ് ആണ്. പ്രോസസ് ഡെഫിനിഷൻ ലാംഗ്വേജ് or XPDL എന്നാണ് പറയുന്നത്. അപ്പോൾ JSONേക്കാളും വളരെ എക്സ്പ്രസീവ് ആണ്. നെയിം സ്പേസ് സപ്പോർട്ട് ഉണ്ട്, മെറ്റാഡാറ്റ ഫ്രണ്ട്ലി ഉണ്ട്, വാലിഡേഷൻ ഉണ്ട്. അതുകൊണ്ട് ആയിരിക്കാം വർക്ക് ഫ്ലോ എൻജിൻസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇഫ് യു വാണ്ട് ടു use any non-trivial workflow engine or even Spring configuration files, അതായത് ഇപ്പോൾ web.xml ആയാലും സ്പ്രിങ്ങിന്റെ ഇപ്പൊ അനോട്ടേഷൻ ഒക്കെ വെച്ചിട്ട് പലതും അവർ ഇത് ചെയ്യുന്നുണ്ടെങ്കിലും there is actually support for XML based configuration files. പിന്നെ JSON റിച്ച് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ JSON is enough for program to program communication. If you want to make an HTTP endpoint call or data exchange some data, പക്ഷേ സീരിയസ് B2B application JSON is very limiting. XML എന്നാണ് എൻ്റെ ഒരു
ടേക്ക്. അത് എൻ്റെ പ്രായം കൊണ്ടാണെന്നും ആ കാലഘട്ടത്തിലാണെന്നുള്ളത്. പക്ഷെ ഞാൻ ഇവിടെ എല്ലാം ചെയ്യാൻ നോക്കുന്നത് വെച്ചാൽ ദർ ആർ ലോട്ട് ഓഫ് ഗുഡ് ഇന്നോവേഷൻസ് ഹാപ്പൻഡ് അറൌണ്ട് XML. ജേസൺ ഒരു സീരിയലൈസേഷൻ ഫോർമാറ്റ്, XML ഒരു സീരിയലൈസേഷൻ ഫോർമാറ്റ് മാത്രമല്ല, അതിനെ ചുറ്റിപ്പറ്റി കുറെ ടെക്നോളജീസും പാഴ്സിങ് സ്ട്രാറ്റജീസും എന്താ പറയാ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഒരു അറിവ് മിസ്സാവുകയാണ്. അത് മാത്രമല്ല, XML ഇസ് ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ കറന്റ് റെസ്റ്റ് ബാൻഡ് വാഗൺ ആൻഡ് ദി എന്താ പറയാ ബൈനറി object protocols like RPC, ORPC, COM-GORBA, etc. അപ്പൊ ഹ്യൂമൻ റീഡബിലിറ്റി വേഴ്സസ് മെഷീൻ മാനിപ്പുലേഷൻ. അപ്പൊ അവിടെയും XML സ്കീമ ഡോക്യുമെന്റും എബിലിറ്റി ടു ജേസൺ ഡിഫോൾട്ട് ആയിട്ട് 5-6 ഡാറ്റ ടൈപ്പ് ഉള്ളൂ സപ്പോർട്ട്. അപ്പോൾ ഒരു തരം നെക്സ്റ്റഡ് ഒബ്ജക്റ്റ് ആയിട്ട് നമ്മൾ എഴുതാണ് ചെയ്യണേ. ഈ അപ്പൊ XML they are also okay from a personal perspective. I feel that. ഇനിയിപ്പോ നെക്സ്റ്റ് ഹ്യൂമൻ EDI. അപ്പൊ XML EDI എന്നുള്ളൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഓക്കെ, അപ്പോ വാലിഡേഷൻ, അതേമാതിരി തന്നെ ഈ കുറച്ചും കൂടി ഡോക്യുമെന്റ്സ് റെഫർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഒക്കെ കൂടി നോക്കുമ്പോൾ നെയിം സ്പേസ് ഇതൊക്കെ വരുന്നതുകൊണ്ട് EDIക്ക് ഒരു നല്ല XML EDI ഒരു സ്റ്റാൻഡേർഡ് ആണ്, ഇപ്പോഴും പലരും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ B2MOS B2B ആപ്ലിക്കേഷൻസ് ഇപ്പോഴും XML ഇത് വെച്ചിട്ടാണ്. ഇനിയിപ്പോൾ ബുക്സ് തന്നെ നോക്കുകയാണെങ്കിൽ ഈവൻ ആസ് ലേറ്റ് ആസ് 2022 ഒക്കെ XMLന്റെ ബുക്സ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ഐഡിയ എന്ന് വെച്ചാൽ എക്സിക്യൂട്ടബിൾ കോൺഫിഗറേഷൻ ഫയൽസ് എന്നാണ്. അത് ശരിക്കും കോൺഫിഗറേഷൻ ഫയല് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ XML കോൺഫിഗറേഷനോ JSON കോൺഫിഗറേഷനോ ഓർ YAML കോൺഫിഗറേഷനോ സ്ട്രക്ചറൽ ആയാലേ അത് വെൽ ഡിഫൈൻഡ് ആയിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ ചെയ്യാൻ ടെക്നിക്സ് ഒക്കെ ഉണ്ട്, പക്ഷെ എങ്കിലും ദാറ്റ് റിക്വയർസ് ക്വൈറ്റ് എ ബിറ്റ് ഓഫ് വർക്ക്. ഓക്കെ, അപ്പൊ എക്സിക്യൂട്ടബിൾ കോൺഫിഗറേഷൻ ഫയൽ എന്ന് പറഞ്ഞ ഐഡിയ ഒരു ബെനോയിറ്റ് മാർഷൽ എന്ന് പറഞ്ഞ ആള്, അയാളുടെ അപ്ലൈഡ് XML സൊല്യൂഷൻസ് എന്ന് പറഞ്ഞ ബെനോയിറ്റ് മാർഷൽ അപ്ലൈഡ് XML സൊല്യൂഷൻ, ആ ബുക്കിലാണ് പുള്ളി അത് ഇത് ചെയ്തിരുന്നത്. അതായത് എലമെന്റ്സ്, ഇഫ് എലമെന്റ് ഉണ്ട്, വൈൽ എലമെന്റ് ഉണ്ട്, പിന്നെ എക്സ്പ്രഷൻ നമുക്ക് ടാഗ് ആയിട്ടൊക്കെ കൊടുക്കാം, അങ്ങനെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ലോജിക് ഇടാം. pretty much like XSLT. ഓക്കെ, എക്സ്റ്റെൻസിബിൾ സ്റ്റൈൽ ഷീറ്റ് ലാംഗ്വേജ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ XSL സെർവർ സൈഡ് CSS മാതിരിയുള്ള ഒരു സാധനമാണ്. അപ്പൊ അവര് അത് കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ XML എക്സിക്യൂട്ടബിൾ കോൺഫിഗറേഷൻ ഫയല് അത് വായിക്കുമ്പോൾ തന്നെ റൊണാൾഡ് റിവെസ്റ്റ്, അതായത് RSAയിലെ 6, പുള്ളി ഇന്റർനെറ്റ് എഞ്ചിനീയറിംഗ് ടാസ്ക് ഫോഴ്സ്, ദ ബോഡി വിച്ച് ആക്ച്വലി സ്റ്റാൻഡർഡൈസ് RFC, അവർക്ക് എക്സ്പ്രഷൻ, അതായത് ലിസ്പ് സ്കീമിന്റെ എക്സ്പ്രഷൻ ഒരു എക്സിക്യൂട്ടബിൾ കോൺഫിഗറേഷൻ സ്ട്രാറ്റജി ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫോർ സം റീസൺ അത് എടുത്തില്ല എന്ന് തോന്നുന്നു. XML ഗോട്ട് ഇറ്റ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എക്സ്പ്രഷന് കിട്ടുന്ന ആ ടൈപ്പ് ഇന്റർപ്രറ്റബിലിറ്റി XML ഉണ്ടാക്കുന്ന ഒരു ഇതാണ്. സോ ദാറ്റ്സ് ബുക്ക് ഈസ് ആക്ച്വലി സ്റ്റിൽ റെലവെന്റ്. അപ്ലൈഡ് XML സൊല്യൂഷൻ. ബെനോയിറ്റ് മാർഷൽ എന്ന് പറഞ്ഞ ആളാണ്. അയാൾ ഒന്നിൽ കൂടുതൽ 2 ബുക്ക് എഴുതിയിട്ടുണ്ട്. 2 ബുക്കും പൈനാപ്പിൾ സോഫ്റ്റ് എന്നൊരു കമ്പനിയാണ്, അതുകൊണ്ട് ആ പേര് ഓർത്തിരിക്കുന്നത്. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് സഞ്ജയ് ജോർജ് എന്ന് പറഞ്ഞ പുള്ളിയാണ് ഫസ്റ്റ് ബുക്ക് എനിക്ക് തരുന്നത്. അപ്പൊ അങ്ങനെ അയ്യാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ ഈ XML സ്റ്റാൻഡേർഡ് ഇതായി കഴിഞ്ഞപ്പോൾ വെൽ ഫോംഡ്നെസ്സും വാലിഡിറ്റിയും ഉള്ള HTML ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഡാറ്റ സ്ക്രബിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സൈറ്റിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടെക്സ്റ്റ് നമ്മൾ കാണണമെങ്കിൽ കറക്റ്റായിട്ട്, അതായത് ഏത് എലമെന്റ് ഏത് ടാഗിന്റെ കൂടെ അല്ലെങ്കിൽ ഏത് ആട്രിബ്യൂട്ടിന്റെ കൂടെയാണോ വരുന്നേ എന്നുള്ള അത് വരെ നമുക്ക് ചെന്നിട്ട് സെർച്ച് നടത്താൻ പറ്റും. അപ്പൊ ഇപ്പൊ ബ്യൂട്ടിഫുൾ സൂപ്പൊക്കെ കൊള്ളാമെങ്കിലും ഡോക്യുമെന്റ്സ് അത്രയും എന്താ പറയാ വാലിഡ് അല്ലെങ്കിൽ ഈ HTML ഗുണമെന്ന് വെച്ചാൽ വാലിഡും അല്ല, പറ്റാവുന്ന അത്ര അവർ റെൻഡർ ചെയ്യും. അപ്പൊ അത് വെൽ ഫോംഡ് ആവണമെന്നില്ല, ഈവൻ വാലിഡ് ആവണമെന്നേ ഇല്ല. ഓക്കെ, അപ്പോ പക്ഷേ XHTML ഡോക്യുമെന്റ്സ് ഹൈജീനിക് ആയിരിക്കും, അഷ്വേർഡ് ആണ്. നിങ്ങൾക്ക് അതെടുത്ത് പാഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു XML പാഴ്സർ വെച്ച് പാഴ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഒരു എന്താ പറയാ XML HTML സ്റ്റാൻഡേർഡ് XML ഡോക്യുമെന്റ് ആയിട്ട് എങ്ങനെ സ്റ്റോർ ചെയ്യാന്നുള്ളതിനെ കുറിച്ചാണ്.
പിന്നെ ഈ എന്താ പറയാ ഒബ്ജക്ട് മോഡൽ, അതായത് ഇപ്പൊ ജാക്സ് ബി, മൈക്രോസോഫ്റ്റിന്റെ XML ഡോക്യുമെന്റിലോട്ട് നമുക്ക് XML എന്ന് വേണമെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റിലോട്ട് ഡാറ്റ സീരിയലൈസ് ചെയ്യാനും ഡീസീരിയലൈസ് ചെയ്യാനും പറ്റും. പിന്നെ മൈക്രോസോഫ്റ്റിന്റെ കേസിലാണെങ്കിൽ XML നമുക്ക് ക്വയർ ചെയ്യാം. ഓക്കെ, അപ്പൊ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ XML ആൻഡ് XSLT. ഈ XSLT ഒരു ബ്യൂട്ടിഫുൾ ടെക്നോളജിയാണ്. അതായത് നിങ്ങൾ ഒരു ഡോക്യുമെന്റ് XML ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നു, XSLTയിൽ നിങ്ങൾക്ക് അതെങ്ങനെ ഫോർമാറ്റ് ചെയ്യണം എന്നൊക്കെ പറയാം. അപ്പോൾ XSL ട്രാൻസ്ഫോം വെച്ചിട്ട് HTML, PDF ഒക്കെ പല കണ്ടന്റ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയറും XSLT ഉപയോഗിക്കുമായിരുന്നു. ഇനി അടുത്ത ഇമ്പോർട്ടൻസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റി അസർഷൻ മാർക്കപ്പ് ലാംഗ്വേജ്. അത് മറ്റേ ക്ലെയിംസും അങ്ങനത്തെ പല രീതിയിലുള്ള ആർബാക്കും ഓതന്റിക്കേഷനും XML വെച്ചിട്ടാണ് ചെയ്യേണ്ടായിരുന്നത്. അപ്പോൾ ബിഫോർ ഐ ഓപ്പൺ ദ ഫ്ലോർ ഫോർ ഡിസ്കഷൻ, അപ്പോൾ ഇതിൻ്റെ ഉള്ള കീ ആയിട്ടുള്ള കാര്യം XMLന്റെ ഒറിജിൻ, RPCയിൽ നിന്ന് എങ്ങനെ സോപ്പിലേക്ക് എത്തി, സോപ്പ് പിന്നെ എങ്ങനെ റെസ്റ്റിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്തു, ഡൊമൈൻ സ്പെസിഫിക് ആയിട്ടുള്ള ടെക്നോളജി, പാഴ്സിംഗ് സ്ട്രാറ്റജീസ്, പ്രയോറി ലോഡ് ചെയ്തത്, ആസ് ആൻഡ് വെൻ ഇവന്റ് വരുന്നത്, പുൾ ബേസ്ഡ് ഇവന്റ് മോഡൽ വിച്ച് ക്യാൻ കമ്പൈൻ ബോത്ത്. ഓക്കെ, പിന്നെ വർക്ക് ഫ്ലോ എഞ്ചിൻസും ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ XML EDI, പിന്നെ അപ്പോൾ B2B ഏരിയയിൽ ഇപ്പോഴും ഒരു സ്കില്ലാണ്. അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജ് ഞാൻ കാണുന്നത് നോട്ട് ഓൺലി ഇൻ എന്താ പറയാ ഒരു യൂസർ എക്സ്പീരിയൻസ് പോയിന്റ് ഓഫ് വ്യൂല് XML വേഴ്സസ് JSON എന്നല്ല, എമൗണ്ട് ഓഫ് ടെക്നോളജീസ് ഓർ ഈ ഡിസ്കഷൻ തന്നെ വരാൻ കാരണം ഒരു പുള്ളി ഒരു സോഫ്റ്റ്വെയർ എഴുതി, ആ സോഫ്റ്റ്വെയറിനെ ചുറ്റിപ്പറ്റി പുള്ളിക്ക് ഒരു കമ്പ്യൂട്ടേഷണൽ വർക്ക് ഫ്ലോ എഴുതണം. അപ്പൊ കമ്പ്യൂട്ടേഷണൽ വർക്ക് ഫ്ലോ എഴുതാൻ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് അറിയാവുന്ന ഒരു ഓക്കെ, മൈക്രോസോഫ്റ്റിന്റെ XAML സ്കേലബിൾ വെക്ടർ ഗ്രാഫിക്സ്, അത് XML ബേസ്ഡ് ടെക്നോളജിയാണ്. പിന്നെ വിൻഡോസ് വർക്ക് ഫ്ലോ ഫൗണ്ടേഷൻ, ഇപ്പൊ നൗ ദാറ്റ് ഈസ് ഔട്ട് ഓഫ് ഫേവർ, BPMN. അപ്പോ ഈ എങ്ങനെ XML ഡോക്യുമെന്റ് വേണമെന്നൊരു യങ് ഡെവലപ്പറിന് പറഞ്ഞു കൊടുക്കാൻ നോക്കി കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ഡിഫിക്കൽട്ടി മനസ്സിലായത്. അപ്പൊ അതിൽ നിന്നാണ് ഇതിനെക്കുറിച്ച് കുറച്ചുപേരായിട്ട് ചർച്ച ചെയ്തത്. അപ്പോൾ എവരിബഡി സേസ് ദാറ്റ് ഓക്കെ, JSON seems to be the way to go. പക്ഷേ അപ്പോൾ ബിഫോർ വി സ്റ്റാർട്ട് ഡിസ്കഷൻ ഞാൻ ChatGPTയിൽ ഒന്ന് കുറച്ച് എന്താ പറയാ ഒരു ഡോക്യുമെന്റ് കാണാണ്ട്, ഇപ്പൊ സ്ട്രക്ചർ ആൻഡ് ഇപ്പൊ XML ചോദ്യം ഇതാണ്, വാട്ട് ആർ ദ കീ ഡിഫറൻസ് ബിറ്റ്വീൻ XML and JSON. അപ്പോൾ ഒന്ന് സ്ട്രക്ചർ ആണ്. XML uses a tree-like structure with nested elements allowing the complex document hierarchies. Data is stored. ഇപ്പോൾ ഡാറ്റ മാത്രമല്ല അതിന്റെ എൻവലപ്പ് അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് ആയിട്ടും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. രണ്ട് ഇതുണ്ട്. ഇപ്പൊ JSON പ്രൈമറിലി ഒരു ഡാറ്റ ഫോർമാറ്റ് ആയിട്ടാണ് പറയുന്നത്. പിന്നെ റീഡബിലിറ്റി, XML വെർബോസ് ഡ്യൂ ടു ടാഗ്സ് ആട്രിബ്യൂട്ട്സ്, ഇതൊരു നെഗറ്റീവ് രീതിയിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താ പറയാ, ഐ ഫീൽ ബിസിനസ് അനലിസ്റ്റുകൾക്ക് ഇപ്പോൾ പ്രോസസ് ഡെഫിനിഷനോ കോൺഫിഗറേഷനോ ഒക്കെ ചെയ്യുമ്പോൾ ഐ തിങ്ക് ദേ പ്രിഫർ XML ദാൻ JSON's ഡീപ് നെസ്റ്റിംഗ്. പിന്നെ എന്താ പറയുക, ഡാറ്റ ടൈപ്പ് സപ്പോർട്ട്, ഓഫ് കോഴ്സ് പ്രൈമറിലി ടെക്സ്റ്റ് ബേസ്ഡ് ആണ്. അഡീഷണൽ വർക്ക് ഈസ് നീഡഡ് ടു ഹാൻഡിൽ നമ്പേഴ്സ്, ബൂളിയൻസ്. പക്ഷെ അത് XSDയിൽ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ടഡ് ഒബ്ജക്ട്സിൻ്റെ ഒക്കെ XSD ഡോക്യുമെന്റ് ഉണ്ട്, നമ്മളത് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ്. അപ്പോൾ ഇത് എക്സാക്ട്ലി കറക്റ്റ് ഒന്നുമില്ല. ഇപ്പോൾ don't think that I am arguing for XML. Okay, അതിന്റെ കൗണ്ടർ പോയിന്റ്സ് ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, യൂസേജ് ആൻഡ് അഡോപ്ഷൻ. ഇപ്പൊ സോപ്പ്, വെബ് സർവീസസ്, ഡാറ്റ എക്സ്ചേഞ്ച്, ലെഗസി. അപ്പൊ ലെഗസി സിസ്റ്റം ഇന്ററാക്ഷന് അത് വേണമെന്നാണ്. പിന്നെ വാലിഡേഷൻ, സ്കീമ വാലിഡേഷൻ, JSON സ്കീമ വാലിഡേഷൻ ഇപ്പൊ ഉണ്ട്. പക്ഷെ പിന്നെ എന്താ പറയാ, ഈ കമന്റ്സ് അധികം വലിയ സപ്പോർട്ടില്ല, JSON വർക്ക് അറൗണ്ട് ആണ്. പക്ഷെ അതല്ല. അപ്പൊ എപ്പോഴാണ് XML is preferred over JSON നോക്കാം. കോംപ്ലക്സ് ഡാറ്റ ഹയറാർക്കീസ് ആൻഡ് ഡോക്യുമെന്റ് ഉള്ളപ്പോൾ സ്ട്രിക്റ്റ് വാലിഡേഷൻ ആൻഡ് സ്കീമ എൻഫോഴ്സ്മെന്റ് വേണം. അത് ഞാൻ ഓൾറെഡി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇന്ററോപ്പറബിലിറ്റി വിത്ത് ലെഗസി സിസ്റ്റം, ഇന്ററോപ്പറബിലിറ്റി വിത്ത് എന്റർപ്രൈസ് സിസ്റ്റംസ് എന്ന് പറയുന്നതാണ്. പിന്നെ മെറ്റാഡാറ്റ റിച്ച് ആപ്ലിക്കേഷൻ,
ഓഫ് കോഴ്സ് ഇപ്പൊ നേരത്തെ സ്കേലബിൾ വെക്ടർ ഗ്രാഫിക്സ് പറഞ്ഞത് ഡോക്യുമെന്റ് സെൻട്രിക്. ഇവിടെ ഡോക്യുമെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റേ എക്സല്, ODT എന്നുള്ളത് മറ്റേ മൈക്രോസോഫ്റ്റിൽ ഓപ്പൺ ഓഫീസിന്റെയാണ്. RSS റിച്ച് സൈറ്റ് സിൻഡിക്കേഷൻ, RSS ഫീഡ്സ്, അതൊക്കെയാണ്. പിന്നെ കോൺഫിഗറബിൾ ആൻഡ് എക്സ്റ്റെൻസിബിൾ സിസ്റ്റം, സ്പ്രിംഗ് ഫ്രെയിംവർക്ക് യൂസ് ചെയ്യുന്നുള്ളത്. ഓക്കെ. പിന്നെ ഹെട്രോജീനിയസ് സിസ്റ്റം തമ്മിൽ ഇത് ചെയ്യാം. അപ്പോൾ so what I am arguing is, as far as I am concerned, every youngster, even if he is not going to use XML, if he wants to do advanced programming, understanding of XML is necessary എന്നാണ് എനിക്ക് തോന്നുന്നത്. So now let us discuss. ഇതാണ് കാര്യം. ഇനി ഇത് പുതിയ ഈ ഡിസ്കഷൻ അല്ല, ഈ നറേറ്റീവിൽ നിന്ന് പുതിയ എന്തെങ്കിലും ഇൻഫർമേഷൻ വന്നിരുന്നു? നമ്മള് പല വീഡിയോസിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത ഇൻഫർമേഷൻ തന്നെയാണത്. അല്ല സാറ് പലതവണ അസേർട്ട് ചെയ്തിട്ടുണ്ടത്. എസ്പെഷ്യലി മറ്റേ വെബിന്റെ ഡിസ്കഷനിലൊക്കെ കുറെ ഭാഗങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. RPCയുടെ എങ്ങനെയല്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഒരു ഡോം സ്റ്റാക്സ് തന്നെ അറിയുന്നതില്ലേ? ഇത് അറിയാന്ന് പറഞ്ഞ് ഇത് ഉപയോഗിക്കാനല്ല. നാളെ നമുക്കൊരു നമ്മുടെ സിസ്റ്റത്തിന് API എഴുതുമ്പോഴേക്ക് ഒരു സാക്സ് സ്റ്റൈൽ ഇവന്റിങ് മെക്കാനിസം ഉണ്ടാക്കാം. അപ്പൊ അവിടെയാണ് അതിന്റെ പവർ ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? അല്ല, ഈ ജെയ്സൺ അഡോപ്ഷൻ വന്നത് ശരിക്കും ഒരു സോഷ്യോളജിക്കൽ ഫിനോമിന എന്നുള്ള തലത്തിലല്ലേ? അല്ല, അങ്ങനെയല്ല. ഇപ്പൊ ഇപ്പൊ എലമെന്റിന്റെ പേര് പിന്നെ സ്ലാഷ് എലമെന്റ് എന്നതൊക്കെ വെർബോസ് അല്ലേ? അല്ല, വെർബോസ് ആണ്. അല്ല, പക്ഷെ XML ഫസ്റ്റ് ഓർഡറിങ് ഒരു സ്ഥലത്ത് നടക്കുന്നുണ്ടായിരുന്നില്ലല്ലോ. ഈ ഒരു കാര്യം പറഞ്ഞുതരാം. ആപ്പിളിന്റെ ആദ്യത്തെ 3 കൊല്ലം, അതായത് അൺടിൽ 2010 or 11, ഞാൻ 2010 പോലും സോപ്പ് ഉപയോഗിച്ചത് WCF ആയിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി. മനസ്സിലായില്ല? അന്ന് മൈക്രോസോഫ്റ്റിന് ASP.NET MVC ഇല്ല, വെബ് API ഇല്ല. WCF റെസ്റ്റ് സർവീസസേ ഉള്ളൂ. അത് ഒരു ഫ്രോഡ് പരിപാടിയായിരുന്നു അത്. മനസ്സിലായോ? അപ്പോ ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 2011 കഴിഞ്ഞിട്ടാണ് ഇതിപ്പോ മെയിൻ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2010ഉം 2012ഉം നോക്കുമ്പോ പ്രോഗ്രാമേഴ്സിനെ ഇരട്ടിയായി. അതായത് ഓരോ കൊല്ലം കൂടുമ്പോ. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നോളജ് പുറകോട്ട് പോയി. പിടികിട്ടിയാ? അല്ല, അത് ഞാനെപ്പോഴും ഞാൻ എങ്ങനെയാ ആളെ കണ്ടുപിടിക്കണം? XMLനോട് ഇതല്ല. ഇപ്പൊ ഇതിന്റെ ലെഗസി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫോർ മീ നത്തിങ് ഈസ് ലെഗസി, ബിക്കോസ് ലെഗസി സിസ്റ്റം റീ എഞ്ചിനീയറിംഗ് വഴിയാണ് ഞാൻ എന്റെ ലൈഫ് തന്നെ ഉണ്ടാക്കിയത്. മനസ്സിലായോ? അപ്പൊ എന്റെ ലൈഫിൽ ഏറ്റവും വലിയ ഒരു വിഷമം തന്നെ ഞാൻ പറഞ്ഞുതരാം. ശ്രീലങ്കയില് ഞാനൊരു വർക്കിന് പോയി. അപ്പോ എപ്പോണ എന്നുള്ള കമ്പനിയിലെ പോയെ. അപ്പൊ അവരാണ് വെറൈസൺ സ്റ്റോർ പവർ ചെയ്യുന്ന ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോം എഴുതിയത്. അപ്പൊ അവരുടെ സെർവറിലോട്ട്, അതായത് ഈ B2B കോളൊക്കെ നടത്തുമല്ലോ ഈ ബസ്സിലോട്ടൊക്കെ, അവര് നടത്തുമ്പോ അവരൊരു പ്രൊപ്രൈറ്ററി ബൈനറി, ഇപ്പൊ ഗൂഗിൾ പ്രോട്ടോകോൾ ബഫർ വരെ ഒരു ബൈനറി പ്രോട്ടോകോൾ ഉണ്ടാക്കി. എന്നിട്ട് അത് വെച്ചിട്ട് കൂളായിട്ട് ഡാറ്റ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കാൻ പ്രോഗ്രാം ഈസ് വർക്കിംഗ്. അപ്പൊ എന്റെ കൂടെ ഒരു ദീൻകർ മഹുൾക്കാർ എന്നുള്ളതുണ്ടായിരുന്നു. അപ്പൊ അവനാണെങ്കിൽ എന്താ വെച്ചാല് അതൊന്നും കണ്ടിട്ട് അവന് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ പഴഞ്ഞൻ കോടാണ് ഇങ്ങനെ, അതൊക്കെ മാറ്റണം എന്നൊക്കെ പറഞ്ഞു പറയുമ്പോ ഞാൻ സമ്മതിച്ചില്ല അവന്. എന്നിട്ട് ഞാൻ ആ പ്രോജക്റ്റിൽ നിന്ന് പോയി തിരിച്ചു കഴിഞ്ഞപ്പോ അവരെയൊക്കെ ഗുണമുണ്ടോന്നൊക്കെ പറഞ്ഞ് പിന്നെ എനിക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ എന്നാണ് അതിലേക്ക് അത് വെച്ചു കൊടുത്ത് അവനത് XML ആക്കിയേക്കണം. അതെ അതെ. അപ്പൊ അന്ന് റെസ്റ്റ് അത്രയും 2012 ഞാൻ പാവത്തിന് റെസ്റ്റ് അറിഞ്ഞോടായിരുന്നു. മനസ്സിലായില്ലേ? അല്ല, ആൻഡ് ഇറ്റ് ഈസ് വർക്കിംഗ്. മനസ്സിലായില്ലേ? എന്റെ ഒരു ബേസിക് സ്റ്റെപ്പ് ചെയ്തിട്ടാണ് അയച്ചു കൊടുക്കുകയാണ്. മനസ്സിലായില്ലേ? ആ ഭാഗത്ത് തൊടേണ്ട ആവശ്യമല്ല ശരിക്കും. മനസ്സിലായില്ലേ? അതൊരു വലിയ
ഇതാണ്. ഈ അതായത് ഈ സെമാൻറ്റിക്സ് ഡിക്ലറേറ്റീവായിട്ട് എൻകോഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് XML-ൻ്റെ ഗുണം. ഗുണം എന്നാണല്ലോ. അപ്പോൾ അത് ആ, അതല്ല, നിങ്ങൾക്ക് മറ്റേ ആട്രിബ്യൂട്ട്സ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ ഡാറ്റ പുഷ് ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലായില്ല? പിന്നെ അതൊന്നും പ്രോസസ് ചെയ്യണമെന്നൊന്നുമില്ലല്ലോ. അപ്പൊ അവിടെ ഒരു എക്സ്റ്റെൻസിബിലിറ്റി ഓട്ടോമാറ്റിക്കലി ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഇതുണ്ട്, സ്കീമ ഡോക്യുമെന്റ് ഉണ്ട്, ഡാറ്റ ടൈപ്പും വാലിഡേഷൻ റൂൾസും ഒക്കെ കൊടുക്കാം. അപ്പൊ B2B സിനാറിയോ അല്ലേ ഈ വന്നേക്കണ പേലോഡൊക്കെ കറക്റ്റ് ആണോ? പിന്നെ അതിനെ ചുറ്റിപ്പറ്റി കുറെ അത് ഏറ്റവും വലിയ പറഞ്ഞു സോപ്പ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്തായിരുന്നു? ക്ലയന്റ് API ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യായിരുന്നു WSDL വെച്ചിട്ട്. അപ്പൊ JSON സ്കീമ ഡോക്യുമെന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവര് വാഡിൽ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കാൻ നോക്കി, അത് എവിടെ എത്തിയില്ല. പിന്നെ ഓപ്പൺ API ഒക്കെ വെച്ചിട്ടാണ് മറ്റേ ഈ സ്റ്റബൊക്കെ ജനറേറ്റ് ചെയ്ത് തുടങ്ങിയത് ക്ലയന്റ്. വാഡിൽ വെച്ചിട്ട് ജനറേറ്റ് ചെയ്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അല്ല, എവിടെ എത്തിയില്ല എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? അതെത്ര അഡോപ്ഷൻ വന്നോ? ഇപ്പൊ ഞാൻ 2011-12 കാണുമ്പോ ഇല്ലേ അല്ല, വാഡിൽ ഡ്രിവൺ ഇപ്പോൾ ഈ ഡൈനാമിക് ലാംഗ്വേജസിലൊക്കെ വാഡിൽ ഡ്രിവൺ ആണ് കാര്യങ്ങൾ പോയിരുന്നതെന്നാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പോൾ ജാവയിലൊക്കെ ആണെങ്കിൽ അപ്പൊ എങ്ങനെ വാഡിൽ ജനറേറ്റ് മറ്റൊരു ക്വസ്റ്റ്യൻ മാർക്ക് WSDL എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് XSD ടു അല്ല WSDL ടു ജാവ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലയന്റ് ജാവ കിട്ടും. അത് ഓട്ടോമേറ്റ് ചെയ്യുന്ന ടൂൾ ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. അല്ല, ഞാൻ WSDL-നെ വാഡിലായിട്ട് കൺഫ്യൂസ് ചെയ്തായിരിക്കും കേട്ടോ. WSDL അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഈ റെസ്റ്റ് മാത്രം അറിയാവുന്നവര് ഒരു തേങ്ങാക്കുല അറിയാൻ പറ്റില്ല. നമുക്ക് ഇതിപ്പോ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ജിസ്റ്റാഡാറ്റയുടെ ഒരു ROC സെർവർ എഴുതുക, എന്നിട്ട് DLT ലെഡ്ജറിൽ അത് എഴുതപ്പെട്ട് അപ്പൊ ഒരു ദിവസം ഒരു പുള്ളി എൻ്റെ അടുത്ത് എന്ന് പറയാണ് റെസ്റ്റിനെ കുറിച്ച് അറിയാവുന്ന ഒരാളെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ ചൊറിയാനാണെന്ന് എനിക്ക് അപ്പൊ തന്നെ തോന്നി. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനല്ലേ വലിയൊരു റെസ്റ്റിന്റെ ആള്, നിങ്ങൾക്ക് അറിഞ്ഞോടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, വെയിറ്റ് എന്താണ് റെസ്റ്റ് എന്ന് പറയാൻ പറഞ്ഞത്? അപ്പൊ ഞാൻ പറഞ്ഞ രീതിയിൽ പുള്ളി അപ്പ ട്രാപ്പിൽ പെട്ട് പുള്ളി പറയണേ അതാർക്കും അറിയാതെ XML വരെ ഇതോട് വന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ വെറും HTTP എൻഡ് പോയിന്റ് മാത്രമേ നീ എഴുതിയിട്ടുള്ളൂ, നീ ഒന്നും ആയിട്ടില്ല. നീ വെറും HTTP എൻഡ് പോയിന്റ് എഴുതിയിട്ടാണ് നീ ഡയറി ഓടിക്കുന്നത്. നിങ്ങൾ ട്രൂ റെസ്റ്റ് അറിഞ്ഞോടാന്ന് പറഞ്ഞത്. ട്രൂ റെസ്റ്റ് വേണമെങ്കിൽ റിസോഴ്സ് മാനേജർ വേണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് റിസോഴ്സ് സെൻട്രിക് കമ്പ്യൂട്ടിംഗ്, റിസോഴ്സ് ഓറിയന്റഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞ നെറ്റ് കേർണൽ എന്ന് പറഞ്ഞൊരു പാക്കേജിന്റെ ബുക്കൊക്കെ വന്ന് നോക്കി കഴിഞ്ഞപ്പോ ശരിക്കും ഉണ്ട്. ഇപ്പൊ ഒരു റിസോഴ്സ് സെൻട്രിക് ഇപ്പൊ ഈ ഡാറ്റാബേസ് ഉണ്ടെന്ന് വെച്ചു. ഇപ്പൊ നമുക്ക് ഒരു ഒരു പ്രൊഡക്റ്റ് കാറ്റലോഗില് 36,000 അല്ല ഒരു 4 ടേബിൾ വെച്ച് പെർ പ്രൊഡക്റ്റിന് ഒരു യുണീക് പ്രൊഡക്റ്റിന് ഡാറ്റ വേണം. മനസ്സിലായ? ശരിക്കും അതുമാതിരി ആട്രിബ്യൂട്ട്സും മറ്റേതൊക്കെ ഉണ്ട്. അപ്പോ ആമസോണിലൊക്കെ പല കാര്യങ്ങളും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ടേബിൾസിന്റെ എണ്ണമൊക്കെ ഭയങ്കരമായിട്ട് കൂടുതൽ. അപ്പൊ അത് കൂടാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു കൊടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടേബിളില് സ്റ്റോർ ചെയ്യുക. അതായത് ഒരു സ്റ്റോറിന്റെ മെറ്റാഡാറ്റ മറ്റോടത്ത് ക്യാരക്ടർ ലാർജ് ഒബ്ജക്റ്റ് ആയിട്ട് റിലേഷൻ ഡാറ്റാബേസിൽ ഇടുക. അപ്പോഴേക്കും ആൾക്കാർക്ക് MongoDB, ഞാൻ പറഞ്ഞ MongoDB ഒന്നും വേണ്ട, SQL പ്രോട്ടോടൈപ്പ് ചെയ്യാം, നേരെ പോയി PostgreSQL ഡ്രൈവർ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ പോയി വീഴണമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ അപ്പൊ സെർച്ച് ചെയ്യുമ്പോൾ പ്രശ്നം വരുമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ വാല്യൂല് സെർച്ച് ചെയ്യണ്ട, കീ മെറ്റാഡാറ്റ ഉണ്ടല്ലോ, ഏത് ഈ ഒബ്ജക്റ്റിന്റെ നെയിം ID അത് ഫ്ലാറ്റൻ ചെയ്തിടാൻ പറഞ്ഞു. ഞാൻ അതിന് ഒരു പേരിട്ട് ലൊക്കേറ്റർ കണ്ടന്റ് മോഡൽ എന്ന് പറഞ്ഞു. കണ്ടന്റ് XML ആയിട്ട് ചെയ്തോ, ഡാറ്റ റിഡണ്ടന്റ് ആയിട്ട് ഇട്ടോ, അത് ഡാറ്റയിലും മെറ്റാഡാറ്റയിലും ഇട്ടോ, പിന്നെ സുഖമായിട്ട് റിലേഷണൽ ഡാറ്റാബേസിന്റെ എഞ്ചിൻ ഉപയോഗിച്ചിട്ട് ചെയ്യാലോ. അല്ല, അത് ഈ ശരിക്കും പറഞ്ഞാൽ അവിടെ അതായത് ഈ ലൊക്കേറ്റർ എന്നുള്ള സാധനം ഡിക്ലറേറ്റീവ് ആക്കിയാൽ മതി. അതായത് ഈ കണ്ടന്റ് സെലക്ട് ചെയ്യാനായിട്ടുള്ള സാധനമല്ലേ, അത് ഡിക്ലറേറ്റീവ് ആവുകയാണെങ്കിൽ സെർച്ച് എഞ്ചിൻസിലോട്ടൊക്കെ കൊടുക്കുക.
അല്ല ഇതിപ്പോ നമുക്കിപ്പോ ഇൻഡെക്സ് ഇപ്പൊ ലുസീൻ ഇൻഡെക്സ് ഒക്കെ ചെയ്യാന്നുള്ള വാദം നിലനിർത്താം. അതെ ഫുൾ അതെ അല്ല ടെക്സ്റ്റ് ആ റിസോഴ്സ് മോഡൽ ഡിക്ലറേറ്റീവ് ആയാൽ മാത്രം മതി അത്. അതെ അതെ. അല്ല ഇപ്പൊ ഞാൻ പറഞ്ഞ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഈ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സാധനം ഗോയും അത് ചെയ്യുമ്പോ നമുക്ക് അറിയാലോ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. ജാവ ഉപയോഗിക്കണം കൂളായിട്ട് ചെയ്തത്. ചെയ്യുക മാത്രമല്ല ആ കമ്പനിയില് ഡാറ്റ ഭയങ്കരമായിട്ട് ഈ സ്ട്രീം വലിച്ചെടുത്തിട്ട് കളക്ഷൻസ് ആക്കി സ്ട്രീം ആക്കിയിട്ടാ പ്രോസസ് ചെയ്തിരുന്നത്. ഇത് നേരെ സെർവറിൽ പ്രോസസ് ചെയ്യാൻ പറ്റി. ചൊക്ക് 100 രൂപ വരൂല്ലേ സാധനം. അപ്പൊ ശരിക്കും ലൊക്കേറ്റർ കണ്ടന്റ് മോഡല് ശരിക്കും എടുത്തത് അവിടെ നിന്നാന്ന് അറിയാമോ? ഒലാപ്പിന്റെ മറ്റേ സ്റ്റാർ സ്കീമാണത്. അപ്പൊ ഡാറ്റ കോവറന്റ് ആയിട്ട് എടുക്കൂലേ, ഫുക്ക് എന്ന് പറഞ്ഞ സാധനം നടക്കും. അപ്പൊ അപ്പൊ ഞാൻ പ്രോക്സിയുടെ ബാക്കിൽ ഇത് വെക്കാന്ന് വിചാരിച്ചു. അതായത് വേൾഡ്സ് ഫസ്റ്റ് ട്രൂ റെസ്റ്റ് സെർവർ എന്നൊക്കെയാണ് എന്നെ വിളിച്ചത്. അപ്പൊ ട്രൂ റെസ്റ്റ് എന്ന് പറഞ്ഞത് ആ പുള്ളിയായിട്ട് തർക്കം നടന്നുകൊണ്ടുണ്ടായതാ. അപ്പൊ അതൊരു അല്ല ഈ മറ്റേ സാറ് വാഡിലിൻ്റെ കേസ് പറഞ്ഞപ്പോഴാണ്, അതായത് ഈ ഓപ്പൺ എ പി ഐ സ്പെക്ക് വെച്ചിട്ട് നമുക്ക് അതായത് കോൺട്രാക്റ്റ് ചേഞ്ച് ചെയ്യുന്നില്ല, അവിടെ ഒരു ഫ്ലക്സ് വരാണ്ടിരിക്കണമെങ്കിൽ അത് എക്സ്റ്റേണലൈസ് ചെയ്തിട്ട് നമ്മൾ അതിനെ ചുറ്റിപ്പറ്റി ടെസ്റ്റ് വേണം. അല്ലല്ല ഞാൻ ഓപ്പൺ എ പി ഐ വെച്ചിട്ടൊന്നും ഞാൻ ക്ലയന്റ് സ്റ്റെപ്പ് ജനറേറ്റ് ചെയ്തിട്ടില്ല റെസ്റ്റിന്, മനസ്സിലായില്ലേ? പക്ഷെ ദാറ്റ്സ് ദ വേ ടു ഗോ. അതെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പൊ ജേസൺ സ്കീമ ഡോക്യുമെന്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇംപ്ലിമെന്റ് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. അവരെന്തായാലും ഒരു ഗ്ലെയറിംഗ് ഒമിഷൻ ഇത് ചെയ്തിട്ട് ചിലപ്പോ വേൾഡ് മൈറ്റ് മൂവ് ടു എന്താ പറയാ ജേസൺ സ്കീമ ഡോക്യുമെന്റ് ബൈ 2080. ഇത് നമ്മള് ചാകുമ്പോഴേക്കും, മനസ്സിലായോ? അല്ല ഞങ്ങളെ അങ്ങനെയായിരുന്നു, ഞങ്ങളുടെ സിസ്റ്റംസ് ഒക്കെ അങ്ങനെയാണ് മോഡൽ ചെയ്തിരുന്നത്. ജേസൺ സ്കീമ വെച്ചിട്ടൊക്കെയാണ് ജനറേഷൻ. പിന്നെ ഹോമോജിനിയസ് ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് കുറേ അഡ്വാൻറ്റേജ് കിട്ടി. അതായത് ഒരു സോഡ് അങ്ങനത്തെ സാധനത്തിലോട്ടൊക്കെ മൂവ് ചെയ്യാൻ പറ്റി. പിന്നെ അവിടെ നിന്ന് അത് സെൻട്രൽ സിറ്റിസൺ ആക്കിയിട്ട് എല്ലാം റെസ്റ്റ് ഓഫ് ദ കാര്യങ്ങൾ ഇല്ല, ആദ്യം അങ്ങനെയായിരുന്നു, ജേസൺ വെച്ചിട്ടായിരുന്നു. പിന്നെ സോഡിലോട്ട് മൂവ് ചെയ്ത്. അപ്പോൾ സോഡ് സെൻട്രൽ സിറ്റിസണായിട്ട് ഡിഫൈൻ ചെയ്തിട്ട് ഈ സോഡിന് കുറേ അഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ. ഈ XSDയിൽ നമുക്ക് സെമാൻറ്റിക്സ് ഡിക്ലറേറ്റീവിൽ എൻകോഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ സോഡിൽ അത് ഇമ്പറേറ്റീവായിട്ട് നമുക്ക് എൻകോഡ് ചെയ്യാൻ പറ്റും. സോഡ് ഒരു അതായത് ഇപ്പോൾ ടൈപ്പ് സ്ക്രിപ്റ്റിൻ്റെ പ്രശ്നം എന്താണ്, മറ്റേ ടൈപ്പ് ഡെഫിനിഷൻ ഇറേഷർ ആണല്ലോ. അപ്പോൾ പിന്നെ ട്യൂറിംഗ് കംപ്ലീറ്റ് ആണ്. അപ്പോൾ അത് ലെവറേജ് ചെയ്തുകൊണ്ട് നമുക്ക് ഡിക്ലറേറ്റീവായിട്ട് അല്ലെങ്കിൽ അങ്ങനെ എടുക്കേണ്ട. അതായത് ഇപ്പോൾ ടൈപ്പ് സ്ക്രിപ്റ്റിൽ ഒരു DSL കൊടുത്തേക്കാണ് ടൈപ്പ് ഡെഫിനിഷന് വേണ്ടിയിട്ട്. അപ്പോൾ അത് വെച്ചിട്ട് അവൻ ടൈപ്പ് സിന്തസൈസ് ചെയ്ത് തരും. പ്ലസ് ആ കമ്പ്യൂട്ടേഷൻ ഓടുമ്പോൾ നമുക്ക് അത് വെച്ചിട്ട് വേറെ പരിപാടി ചെയ്യാം. അതായത് ഓപ്പൺ API സ്പെക്ക് ഉണ്ടാക്കുക, പല പരിപാടികൾ ചെയ്യാം. പിന്നെ ശരിക്കും XSD മാതിരിയാണ് അല്ലേ? XSD, അതെ XSD പോലെ നമുക്ക് ആക്ട് ചെയ്യിപ്പിക്കാം. പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറേസ് ആയി, അതായത് ലൈബ്രറി ആയിട്ട് നമുക്ക് കൺസ്ട്രക്ട് ചെയ്തിട്ട് റൺ ടൈമിൽ ടൈപ്പ് ചെക്കിന് ഈക്വലൻറ്റ് സെമാൻറ്റിക്സ് കൊണ്ടുവരാം പ്രോഗ്രാമാറ്റിക്കലി. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. മറ്റേത് ഇറേസ് ചെയ്ത് പോവും. അല്ല ഇത് ഫുൾ സെമാൻറ്റിക്സ് അല്ല. ഇപ്പം സാറ് പറയുന്ന ന്യൂവാൻസിൽ ഞാൻ ഫുള്ളി അനലൈസ് ചെയ്തിട്ടില്ല ഇപ്പോഴും. XML-ഉം എവിടെയാണ് അത് ബ്രേക്ക് ആവണേന്നുള്ളത്. അപ്പോൾ ഈ നമുക്ക് ഡിക്ലറേറ്റീവ് സെമാൻറ്റിക്സ് ഈ വാലിഡേഷൻ ടൈമിൽ കുറേയൊക്കെ എൻകോഡ് ചെയ്യാം ഇമ്പറേറ്റീവായിട്ട്. അപ്പോൾ അതുണ്ട്. അപ്പോൾ ക്ലാസ് മാറി, കാറ്റഗറി മാറി, നമ്മൾ എൻകോഡിങ്ങിൻ്റെ റിയലൈസേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ കുറേ കാര്യങ്ങളുണ്ട്.
എന്തൊക്കെയാണ് മിസ്സാവണേന്ന് എക്സാക്ട്ലി എനിക്കറിയില്ല എപ്പോഴും. ആ ഓക്കെ ഓക്കെ. അല്ല ഞാനൊന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. അപ്പോ അതൊരു അപ്പൊ ലാല് പറയണ്ടായിരുന്നു മറ്റേ XHTML അവര് സേവ് ചെയ്തിട്ട് അവർക്ക് പാഴ്സ് ചെയ്യാൻ പറ്റിയില്ല എന്ന്. അതെനിക്ക് അതുപോലെ അതെന്താണ്? ബഗ്ഗായിരിക്കും. ആ അത് കാരണം വെൽ ഫോംഡും വാലിഡും ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഉറപ്പിക്കാം. അല്ലെങ്കിൽ മറ്റേത് വെറുതെ ബ്രൂട്ടൽ ടെക്സ്റ്റ് സെർച്ച് ഇട്ടിട്ട് അതിന്റെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ആൾക്കാര് മറ്റേ ഓരോ വർഷനിലും മാറുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്യണേ. അത് ഞാനൊരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഈ ഒരു മിനിറ്റ് കേട്ടോ. അത് ഒരു മിനിറ്റ്. എന്റെ ഞാൻ പണ്ടൊരു XML സെഷൻ എടുത്തതാ. അയ്യോ ഇത് യാനേഷാണ്. അതെ അതെ. ഇത് ട്രീ സീരിയലൈസ് ചെയ്തിട്ട് 2 3 4 ഇൻഡു ആക്കിയിട്ട് അത് പെർസിസ്റ്റ് ചെയ്യുന്നു. അതവിടെ നിന്ന് ഡീസീരിയലൈസ് ചെയ്തിട്ട് അങ്ങനെ എടുക്കാന്നുള്ളതാണ്. വരച്ചതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അതല്ല എനിക്ക് വേണ്ടത്. അവിടെ XML ഒരു ലാംഗ്വേജ് ഉണ്ടാക്കിയിരുന്നു. ജാസ്തി അല്ല. XML ഉപയോഗിച്ചിട്ടെ പാഴ്സിംഗ് എക്സാമ്പിൾ റിഫ്ലക്റ്റീവ് ലാംഗ്വേജസ് ആർ ബെറ്റർ എന്ന്. സാക്സ് പ്രോഗ്രാമിംഗ് ഇതല്ലല്ലോ. ഞാനൊരു XML ലാംഗ്വേജ് ഉണ്ടായിരുന്നു. അത് C സ്ട്രക്ചർ കൊടുത്താലേ അതിൽ നിന്ന് XML സീരിയലൈസേഷൻ ഓട്ടോമാറ്റിക്കലി കൊടുക്കുന്നത്. മറന്നു പോയത്. കാണുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സാധനം കൊടുക്കാൻ നോക്കിയതാ. നിങ്ങൾ ബ്യൂട്ടിഫുൾ സൂപ്പ് ഉപയോഗിച്ചിട്ടുണ്ടോ? അതെന്തായിരുന്നു ചെയ്തിരുന്നത്? മറ്റേ പേജ് പോസ്റ്റ്മാൻ പോലെ ക്രോളർ. ആ ഓക്കെ ഓക്കെ. ഞാൻ ഇല്ല യൂസ് ചെയ്യാറില്ല. ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലല്ലേ. അപ്പൊ അത് ഏതാ? പൈത്തൺ ലൈബ്രറി അത് കേട്ടിട്ടുണ്ട്. എനിക്ക് തന്നെ പൈത്തൺ മീറ്റപ്പിൽ എന്തോ പോയപ്പോൾ എന്തോ കണ്ടതാണെന്ന് തോന്നുന്നുണ്ട് സെഷൻ.
ഞാൻ മറ്റേ ഇതിൽ നിന്ന് കണ്ടതാ, മറ്റേ പ്രോഗ്രാമിംഗ് കളക്റ്റീവ് ഇന്റലിജൻസ് പറഞ്ഞ ബുക്കില്ലേ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതാണ് അതിന്റെ ഉള്ളിലത്തെ. ഈ സ്റ്റാക്സ് APIയുടെ വേണമെങ്കിൽ നമുക്കൊന്ന് what is the difference in stacks and സ്റ്റാക്സ് പുഷ് ബേസ്ഡ് ആണ്. അതായത് പാഴ്സിബിൾ നമുക്ക് കിട്ടും, ഇവന്റ് ഡ്രിവൺ ആണ്, റീഡ് ഓൺലി, cannot modify XML during parsing, മെമ്മറി എഫിഷ്യന്റ്. സ്റ്റാക്സ് പുൾ ബേസ്ഡ് ആണ്, നമ്മൾ വലിക്കണം. കർസർ ബേസ്ഡ്, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. റീഡ് ആൻഡ് റൈറ്റ് സപ്പോർട്ട്സ് പോതോ, അങ്ങോട്ടും റൈറ്റ് ചെയ്യാൻ പറ്റും ഒറ്റ APIയിൽ. മെമ്മറി എഫിഷ്യന്റ്, ആൾസോ ലൈറ്റ് വെയിറ്റ്. മറ്റേ ഡോക്യുമെന്റ് ഉണ്ടാക്കേണ്ടി വരും, അതാണ് അവര് പറയുന്നത്. യൂസ് സാക്സ് വെൻ യു നീഡ് അൾട്രാ ലൈറ്റ് വെയിറ്റ് ഫോർവേഡ് ഓൺലി റീഡിംഗ്. സ്റ്റാക്സ് വെൻ യു നീഡ് മോർ കൺട്രോൾ ഓവർ പ്രോസസിംഗ്, സെലക്റ്റീവ് പാഴ്സിംഗ്. Since you are meticulous about structured data, you might appreciate how Stacks offers finer control. DOM versus Stacks versus Stacks. DOM tree based ആണ്, ലോഡ് സ്റ്റാൻഡേർഡ് ഇവന്റ് ഡ്രിവൺ ആണ്, കർസർ ബേസ്ഡ് ആണ്. അപ്പൊ പുൾ ബേസ്ഡ് ഇവന്റ് ഡ്രിവൺ ഞാൻ പറഞ്ഞു, കർസർ ബേസ്ഡ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാം. നെക്സ്റ്റ് നമുക്ക് വേണമെങ്കിൽ മറ്റേ പബ്സബ്, മറ്റേത് ഈ കാഫ്ക വേണമെങ്കിൽ കർസർ ബേസ്ഡ് ആണെന്ന് പറയാം അല്ലേ? അതെ അതെ. കൺസ്യൂമർ മെമ്മറി stores full XML in memory. Low reads sequentially. Parsing type, read write, read only, read write. Ease of use. ഞാൻ ഇപ്പോഴാണ് ആലോചിച്ചത്, ഞാൻ സാക്സ് ഉപയോഗിച്ചതൊക്കെ റീഡ് ഓൺലിയിലാണ്. എനിക്ക് റൈറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആലോചിച്ചു, റൈറ്റ് ചെയ്യണമെന്ന് പോലും ആലോചിച്ചിട്ടുണ്ടായിരുന്നത് കോണ്ടെക്സ്റ്റിലാണ്. ഈസ് ഓഫ് യൂസ്, ഈസിയർ, ഡയറക്റ്റ് നോഡ് ആക്സസ്, കോംപ്ലക്സ്, മാനേജ് സ്റ്റേറ്റ്. ഇത് ഇത്തിരി ബുദ്ധിമുട്ടാണ്, നമ്മൾ തന്നെ കണ്ടുപിടിക്കേണ്ടി വരും. ചിലപ്പോൾ ഡീപ്ലി നെസ്റ്റഡ് സ്ട്രക്ചർ ഒക്കെ വന്നാലേ സാക്സ് API പണിയെടുക്കും. ഫ്ലെക്സിബിൾ, best for small to medium XML, large XML fasting, efficient streaming with control over parsing. Choose DOM if you need full XML tree traversal and manipulation. Choose SACS if you need fast. Show me 2 examples of MathML. X is equal to B square minus 4AC എന്നാണ്, ഉണ്ടോ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ. ഇന്റഗ്രൽ റെപ്രസെന്റ് ചെയ്തേക്കണ വെറുതെ നോക്കാം എന്താണ് MathML വേറെ എന്തൊക്കെ തരും എന്നുള്ളത്. ഇത് വേറെ സൈറ്റാ. MML നോക്കിയാലോ?
GitHub repository എന്നാ പറഞ്ഞത്. ഓ ഇത് റെൻഡർ ചെയ്യുന്നതാണ് കേട്ടോ. അത് മോളിക്കുലർ വിഷ്വലൈസേഷൻ ഒക്കെ ഉണ്ടെന്നാണ് പൈത്തണിൽ എഴുതിയ. വെബ്സൈറ്റ് ഒക്കെ ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഗ്രാഫിക്സ് എല്ലാ സാധനവും ഉണ്ട് അതിൻ്റെ ഉണ്ട്. കെമിക്കൽ ഫോർമാറ്റ്സ് ഒക്കെ ഉണ്ട്. ഒരു 1 സ്റ്റാർ ആയിട്ടുണ്ട് ഇപ്പൊ. പിന്നെ ഏതായിരുന്നു? XSLT ഡോക്യുമെന്റ് നോക്കാം. data.xml കുറച്ച് 2 വരെ ഡാറ്റ ടേബിൾ ആക്കും. ഇതാണ് XSLT. മറ്റേ ഒറിജിനൽ ഡോക്യുമെന്റ് മ്യൂട്ടേറ്റ് ചെയ്യില്ല. web page XHTML compliant. Strict syntax and well-formed code. Improved cross-browser compatibility. Enhanced access. Okay. Alpha improved parsing and value consistency across system. Can we അപ്പൊ ഡോം ഇതാണ്. ഈ ജാവ പ്രൊവൈഡ് സെവറൽ എക്സലന്റ് പാഴ്സിംഗ് ഓപ്ഷൻ. സ്റ്റാക്സ് JSOOP ഉണ്ടെന്ന് തോന്നുന്നു. ജാക്സ്പി ലാലെന്തുകൊണ്ട് അത് പറഞ്ഞതാണ്. ഇവിടെ പറ്റുമെന്നാണ് ഇത് ചെയ്തിരുന്നത്. അറിയാമായിരുന്നോ JSOOP ഉണ്ടെന്ന്? JSOOP ഇല്ല. സ്കീമ ഡോക്യുമെന്റ്. ഇതുണ്ട് ഒരു ഫീൽഡ് ഒക്കെ ഉണ്ട്, സീക്വൻസ് എന്നൊക്കെ പറഞ്ഞേ, കോംപ്ലക്സ് ടൈപ്പ്. നെസ്റ്റഡ് സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കാം.
what kind how does XSD and JSON schema document compare? Same fundamental purpose. Define the structure constraints. Data format XML ആണ്, മറ്റേ JSON ആണ്. Validation type, define structure type constraints, define JSON structure and validation rules. Complexity, verbose, give a XSD schema and its corresponding JSON schema document. XSD is ML by define elements using hierarchical structure. JSON. Validation, XSD enforces XML constraints. ഡൊമൈൻ സെമാൻറ്റിക്സ് എന്തെങ്കിലും എൻകോഡ് ചെയ്യാൻ പറഞ്ഞു സാർ XSDയിൽ, എന്നിട്ട് അത് ഇപ്പുറത്ത് കസ്റ്റമർ ID എന്നൊക്കെ പറഞ്ഞു. JSON equivalent. JSON സ്കീമയിൽ എൻകോഡബിൾ അല്ലാത്തത് ചോദിക്കേണ്ടി വരും നമ്മൾ, എന്നാലും അത് കിട്ടുള്ളൂ. അല്ല പക്ഷേ ഏമല്ലേ ഇത് വായിക്കണേക്കാൾ എളുപ്പമായിരിക്കും മറ്റേ മുകളിലത്തെ വായിക്കണം. അല്ല ഫുള്ളി എൻകോഡബിൾ അല്ല. വാലിഡേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. നമുക്കൊന്ന് മൈൻഡ് ചെയ്താലോ, ഞാനൊന്ന് സമയം. അപ്പോ ഇന്നത്തെ ചർച്ച ഷുഡ് ബി കെയർ അബൌട്ട് XML എന്നാണ്. 2025 XML ടെക്നോളജിക്ക് വലിയ റെലവൻസ് ഇല്ല എന്നാണ് പൊതുവെയുള്ള വാദം. പക്ഷേ കറക്റ്റ് ഒന്നുമല്ല. ദർ ആർ സിറ്റുവേഷൻസ് വെയർ XML ഈസ് ഫാർ സുപ്പീരിയർ ടു JSON with or without JSON schema document, human readability, but most internet search says it is otherwise. As much as I have got a skewage towards DOM, the new age people will be interested in XML for JSON for everything. പക്ഷേ JSONന്റെ ഒരു നൊട്ടേഷൻ ഇവ നമുക്ക് ജാവാസ്ക്രിപ്റ്റിന്റെ ഇവാൽ ഫംഗ്ഷൻ ആയിട്ട് വർക്ക് ചെയ്യാന്നുള്ളതായിരുന്നു. അപ്പൊ അതിൽ കോഡ് വരെ നമുക്ക് വേണമെങ്കിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം വിത്ത് കോഡ്. പക്ഷേ JSON എന്നുള്ളതൊരു ഡാറ്റ എക്സ്ചേഞ്ച് ഫോർമാറ്റ് ആയിട്ടാണ്. ഇപ്പൊ ഒരു ഡോക്യുമെന്റ് സെൻട്രിക് കമ്പ്യൂട്ടിങ്ങോ അല്ലെങ്കിൽ ഡോക്യുമെന്റ് സെൻട്രിക് പ്രോസസ്സിംഗ് വരുമ്പോൾ XML ഹാസ് ഗോട്ട് എ സേ. പിന്നെ ഈ JSON സ്കീമ ഡോക്യുമെന്റ് വന്നു കഴിഞ്ഞാൽ റെസ്റ്റിന് വാഡിലെ മാതിരിയുള്ള ഒരു സിസ്റ്റം വരികയാണെങ്കിൽ then that will be something which will be useful. മറ്റേ WSDL ക്ലയന്റ് സ്റ്റബ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി അത്ര ഡിഫിക്കൽട്ടി ഇല്ല. So if you have got a SOAP server, it's a matter of querying the SOAP server or giving a question mark and WSDL, you will get the XML document which you can actually convert it into Java. അപ്പോൾ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ XML is a bridge between what happened before 2000 and what happened after 2011. അപ്പോൾ നമ്പർ ഓഫ് പ്രോഗ്രാമേഴ്സ് ഇൻ ദി ഇൻഡസ്ട്രി ലാസ്റ്റ് 15 years വളരെ വലിയതായതുണ്ട്.
പീപ്പിൾ ഹു പ്രോഗ്രാം ബിഫോർ 2011 അത്ര നമ്പേഴ്സിൽ ഉണ്ടാവണമെന്നില്ല. ആൻഡ് അപ്പോൾ ഇഫ് യു ഹാവ് ഇൻ വർക്ക് വിത്ത് എൻ്റർപ്രൈസ് അപ്ലിക്കേഷൻസ് XML അങ്ങനെ അധികം കാണണമെന്നില്ല. പക്ഷേ XMLൻ്റെ സ്ട്രക്ചറിങ്, അതിൻ്റെ സെമാൻറ്റിക്സ്, അതിൻ്റെ പാഴ്സിങ് സ്ട്രാറ്റജീസ്, അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ടെക്നോളജീസ് മേക്സ് ഇറ്റ് എ വർത്ത് വൈൽ തിങ്. പിന്നെ ഡൊമൈൻ സ്പെസിഫിക് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ജാവ API ഫോർ XML ബൈൻഡിങ്, മൈക്രോസോഫ്റ്റിൻ്റെ XML ഡോക്യുമെൻ്റ്, സീരിയലൈസേഷൻ ഫോർമാറ്റായിട്ടും നമ്മൾ മറ്റേ XMLൽ നിന്ന് പോജോ പ്ലെയിൻ ഓൾ ജാവ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ പ്ലെയിൻ ഡോട്ട് CLR ഒബ്ജക്റ്റ് അതിലോട്ട് മാറ്റാനും തിരിച്ച് ആക്കാനും ഇറ്റ്സ് ആക്ച്വലി എ വെരി good thing. And of course, SOAP is not dead. Albeit, okay, you might be interacting using SOAP with legacy systems. But അങ്ങനെ ഒരു കമ്പ്യൂട്ടേഷൻ മോഡൽ ഉണ്ടായിരുന്നു എന്ന് അറിയുന്നത് നല്ലതാണ്. പിന്നെ EDA, പിന്നെ idea of executable configuration file from the applied XML book. പിന്നെ എന്താ പറയുക, XQuery, XPath, അങ്ങനെ കുറേ ടെക്നോളജീസ്, security assertion markup language, which we haven't actually taken a look at it. അപ്പോൾ വർക്ക്ഫ്ലോ എഞ്ചിൻസ് പൊതുവെ XML ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ idea of this session is to capture some information about XML based on some kind of a discussion. So anybody who would like to dive deep into XML can actually go through this presentation, and hope this is useful. നന്ദി, നമസ്കാരം.